കഥ തുടരുന്നു. ശബ്ദം ഒട്ടും കേൾപ്പിക്കാതെ ലേലക്കാരൻ അന്ത്രു അല്പം കൂടി മുന്നോട്ടെടുത്തു. മങ്ങിയ വെളിച്ചത്തിൽ അയാൾ സുഫൈജ സീ ഫുഡ്സിന്റെ പിന്നിലെ വരാന്തയിലേക്ക് നോക്കി. കാണുന്നത് സത്യം തന്നെയാണ്. വരാന്തയിൽ ഏതാണ്ട് മുക്കാലും നഗ്നരായി കെട്ടിപ്പുണർന്ന് ഉറങ്ങിക്കിടക്കുകയാണ് ഒരു സ്ത്രീയും പുരുഷനും. പുരുഷൻ ജെയിംസ് ആണ്, അന്ത്രു ഉറപ്പാക്കി. പക്ഷേ സ്ത്രീ ഒരു വശം ചെരിഞ്ഞു കിടക്കുന്നതുകൊണ്ട് ആരാണെന്ന് വ്യക്തമാകുന്നില്ല. എന്തായാലും അവർക്ക് 40-45 വയസ്സെങ്കിലും കാണുമെന്നുറപ്പാണ്. ഈ അവസ്ഥയിൽ താനിവരെ വിളിച്ചുണർത്തുന്നത് ഒട്ടും ശരിയല്ല താനും. ആളുകളെ വിളിച്ചു കൂട്ടിയാലോ എന്ന് അന്ത്രു ആദ്യമൊന്ന് ചിന്തിച്ചു. ഒരുപക്ഷെ ഈ സ്ത്രീയുടെ ഭർത്താവ് കടലിൽ പോയിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവർ ഒരന്യന് പുരുഷനുമായി. ഇത്തരത്തിലുള്ളവർ തീർച്ചയായും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. മറ്റുള്ളവരെ വിളിച്ചുണർത്തി വിവരം പറയാനായി അന്ത്രു നാലഞ്ചടി തിരിഞ്ഞു നടന്നതാണ്. പക്ഷേ എന്തോ ഓർമ്മിച്ചിട്ട് എന്നവണ്ണം പെട്ടെന്ന് അയാൾ നിന്നു. പിടിക്കപ്പെടുന്ന സ്ത്രീക്ക് പിന്നീട് മരണമല്ലാതെ മറ്റൊരു വഴിയും കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ താൻ കാരണം ഒരാൾ ഓർത്തപ്പോൾ അറിയാതെ ഒരു നടുക്കം അന്ത്രുവിൻ്റെ നെഞ്ചിൽ പടർന്നു കയറി. ചിലപ്പോൾ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ നാശമായി തീരില്ലേ അതെന്ന് എങ്ങനെ അറിയും? എങ്കിലും അത് ആരാണെന്ന് അറിയണം. അന്ത്രു സുഫൈജ സീ ഫുഡ്സിന് മുന്നിലെ വെളിച്ചത്തിൽ പെടാതെ മാറി നിന്നു. പിന്നെ ഉച്ചത്തിൽ വിളിച്ചു, പോയി. കേൾക്കുന്നവർക്ക് യാതൊരു സംശയവും തോന്നത്തില്ല. വള്ളങ്ങൾ മടങ്ങി വരാറായതുകൊണ്ട് ആരെങ്കിലും വിളിച്ചതാണെന്നേ കരുതൂ. അന്ത്രു കരുതിയതുപോലെ സുഫൈജ സീ ഫുഡ്സിന് പിന്നിലെ വരാന്തയിൽ പെട്ടെന്നൊരു അനക്കം. ആദ്യം ഉണർന്നത് വിൽഫ്രഡ് തന്നെയാണ്. തൻ്റെ ശരീരത്തോട് ഒട്ടിക്കിടന്ന സ്ത്രീയെ അയാൾ കുലുക്കി വിളിച്ചു, വേഗം എഴുന്നേറ്റ് പോ. അവർ വല്ലാത്ത പകപ്പോടെ കണ്ണുമിഴിച്ച് ചുറ്റും നോക്കി. പിന്നെ വസ്ത്രങ്ങൾ തിടുക്കത്തിൽ ശരിയാക്കി. അറിയാതെ ഉറങ്ങിപ്പോയി. നേരം വെളുക്കാറായെന്ന് തോന്നുന്നു. ആരുടെയെങ്കിലും കണ്ണിൽപ്പെടാതെ വേഗം പോയിക്കോ. പിന്നെ ഞാൻ പറയുമ്പോൾ വരണം. ആ സ്ത്രീ ഒന്ന് മൂളി. കുറച്ച് നോട്ടുകൾ മടക്കി അയാൾ അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു. ചുറ്റും നോക്കിക്കൊണ്ട് ആ സ്ത്രീ നടന്നുപോയി. ഇരുട്ടിൽ മറഞ്ഞു നിന്നിരുന്ന അന്ത്രുവിൽ ഒരു ഞെട്ടലുണ്ടായി. ആ സ്ത്രീയെ അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരിക്കലും വിചാരിക്കാത്ത ഒരാൾ, ഗ്രേസി ആൻറ്റി, ജോർജ് കുട്ടിയുടെ അമ്മ. കർത്താവേ! നെഞ്ചിൽ കൈവച്ച് പോയി അന്ത്രു. മനുഷ്യരുടെ ഓരോ രീതിയെ. കടലിൽ നിന്ന് വെളിച്ചങ്ങൾ അടുത്തേക്ക് വന്നു തുടങ്ങി. ചിലപ്പോൾ തിരകളിൽ ഉയർന്നും ചിലപ്പോൾ കാണാതായും അടുത്തടുത്ത് വരികയാണ് വള്ളങ്ങൾ. വള്ളങ്ങൾ വന്നു തുടങ്ങുന്നതോടെ തുറ ഉണരുകയായി. വാഹനങ്ങളുടെ വെളിച്ചവും ശബ്ദങ്ങളും, ആളുകളുടെ കലപില ശബ്ദങ്ങൾ. അന്തരീക്ഷത്തിൽ പുകയിലയുടെ ഗന്ധം. മിക്കവരുടെ ചുണ്ടുകളിലും വീഡിയോ സിഗരറ്റും ഉണ്ട്. ഇതൊന്നും ആയിരുന്നില്ല പക്ഷേ അന്ത്രുവിൻ്റെ മനസ്സിൽ. അന്നാദ്യമായി അന്ത്രുവിനെ ലേലം വിളിച്ചതിൽ തെറ്റുപിറഞ്ഞു. നിനക്ക് എന്ത് പറ്റി അന്ത്രുവേ? ചട്ടുകാലൻ കൊച്ചുട്ടി വിളിച്ചു ചോദിച്ചു. ഒന്നുമില്ല. പറയുമ്പോഴും അന്ത്രുവിൻ്റെ മനസ്സിൽ മങ്ങിയ വെളിച്ചത്തിൽ താൻ കണ്ട രംഗമായിരുന്നു. തിടുക്കത്തിൽ വീട്ടിലേക്ക് നടന്നു പോകുന്ന ഗ്രേസി ആൻറ്റിയുടെ രൂപമായിരുന്നു. അന്ന് പതിവിലും താമസിച്ചാണ് ആൽബർട്ട് കടലിൽ നിന്നെത്തിയത്. ചൂരയായിരുന്നു അന്ന് അവനേറെ കിട്ടിയത്. ലേലം കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയ ആൽബർട്ടിൻ്റെ പിന്നാലെ അന്ത്രു ചെന്നു. അച്ചായം വീട്ടിൽ കാണുമല്ലോ? കാണും. എന്താ അന്ത്രു? ഞാൻ അങ്ങോട്ട് വരാം, അപ്പോൾ പറയാം. ആ. ആൽബർട്ട് നടന്നു പോയി. ആരോടെങ്കിലും ആ വിവരമൊന്ന് പറഞ്ഞില്ലെങ്കിൽ തൻ്റെ മനസ്സ് പൊട്ടിപ്പോകുമെന്ന് തോന്നി അന്ത്രുവിന്. പക്ഷേ ഇത് പറയാൻ പറ്റിയ ഒരാളിനെ വേണമല്ലോ. കേൾക്കുമ്പോൾ നാട് മുഴുവൻ പറഞ്ഞു നടക്കുകയും അരുത്. പല മുഖങ്ങളും അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. അവസാനമാണ് ആൽബർട്ട് തന്നെ മതിയെന്ന് തീരുമാനിച്ചത്. ആൽബർട്ടാകുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. വിവേകത്തോടെ എന്തു ചെയ്യും. കടലോരത്തെ തിരക്ക് ഒഴിഞ്ഞു തുടങ്ങി. കമ്മീഷൻ കിട്ടിയ പണം എണ്ണിത്തിട്ടപ്പെടുത്തുകയായിരുന്നു അന്ത്രു. അപ്പോഴാണ് വിൽഫ്രഡ് അതുവഴി വന്നത്. അന്ത്രുവേ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കോള്? ആ, വലിയ കുഴപ്പമില്ലായിരുന്നു പറഞ്ഞ് മുഖമുയർത്തിയപ്പോഴാണ് അന്ത്രു ആളിനെ കാണുന്നത്. അയാളുടെ പുരുകം ഒന്ന് ചുളിഞ്ഞുയർന്നു. എന്താ ജെയിംസ്, ഒരു ക്ഷീണം പോലെ? രാത്രിയിൽ ഉറങ്ങിയില്ലേ? ഭയങ്കര കൊതുകായിരുന്നു. അയാൾ ചിരിച്ചു. അല്ലേലും വീടും കുടിയുമില്ലാത്തവർക്ക് രാത്രിയിൽ ഉറക്കം വരത്തില്ലല്ലോ. അയാൾ താടിയിൽ പതുക്കെ തലോടി. വീടും കുടിയുമില്ലാലും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. അങ്ങനെ ചോദിക്കണമെന്നുണ്ടായിരുന്നു അന്ത്രുവിന്. പക്ഷേ അടക്കി. താൻ എല്ലാം കണ്ടെന്ന് തൽക്കാലം ഇയാൾ അറിയണ്ട. അന്ത്രു നേരെ അവറാച്ചൻ്റെ ചായക്കടയിലെത്തി. 4 പൊറോട്ടയും 1 മുട്ടയും കഴിച്ചു. പിന്നെ ആൽബർട്ടിൻ്റെ വീട്ടിലേക്ക് നടന്നു. കുളിയും ഭക്ഷണവും കഴിഞ്ഞ് ഒന്ന് മയങ്ങാനുള്ള ഭാവത്തിലായിരുന്നു ആൽബർട്ട്. പ്രിൻസും മോസസും അയാളുടെ അരികിൽ തന്നെയുണ്ട്. അന്ത്രുവിനെ കണ്ട് ആൽബർട്ട് ക്ഷണിച്ചു. കയറി വാ അന്ത്രുവേ, ഒരു കട്ടൻ എടുക്കട്ടെ? വേണ്ട ചായ, ഇങ്ങു പുറത്തോട്ട് വാ, ഒരു കാര്യം പറയാനുണ്ട്. കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് ഒരു ബീഡിയും കത്തിച്ചുകൊണ്ട് ആൽബർട്ട് ഇറങ്ങി വന്നു. ചാഞ്ഞു നിന്ന ഒരു തെങ്ങിൻ്റെ തടിയിൽ ചാരി നിന്ന് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്നറിയാതെ അന്ത്രു വിഷമിച്ചു. എന്താ അന്ത്രുവേ, ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ? എന്തേലും കുഴപ്പമുണ്ടാക്കിയോ നീ? കുഴപ്പമുണ്ടാക്കിയത് ഞാനല്ല. പക്ഷേ അത് കേൾക്കുമ്പം അച്ചായനെ വിശ്വസിക്കാൻ കഴിയുമോന്നാ പറയുന്നത്. നീയല്ലേ? ഞാൻ വിശ്വസിച്ചേക്കാം. ആൽബർട്ട് ചിരിച്ചു. അന്ത്രുവിൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. വെളുപ്പിന് ഞാൻ തുറയിലൂടെ വരികയായിരുന്നു, അയാൾ പറഞ്ഞു തുടങ്ങി.
അത് മുഴുവൻ കേട്ടപ്പോൾ ആൽബർട്ടിൻ്റെ മുഖത്ത് അവിശ്വസനീയതയും അമ്പരപ്പും വിഷമവും ഒക്കെ മാറി മാറി തെളിഞ്ഞു. എല്ലാം പറഞ്ഞിട്ട് ആൻഡ്രൂ ആൽബർട്ടിനെ നോക്കി. അവനാണെങ്കിൽ ഒന്നും മിണ്ടാനാവാതെ തരിച്ചു നിൽക്കുകയായിരുന്നു. ജൂട്ടിയുടെ അമ്മച്ചി ഇങ്ങനെയൊക്കെ വഴിവിട്ട് പ്രവർത്തിക്കുമോ? ഏയ് അച്ചായ! ആൻഡ്രുവിൻ്റെ ശബ്ദമാണ് അവനെ ഉണർത്തിയത്. ചകിതമായ ഭാവത്തിൽ അവൻ ആൻഡ്രുവിനെ തുറച്ചു നോക്കി. നീ കാര്യം മറ്റൊരെടെങ്കിലും പറഞ്ഞോ? ഇല്ല. നല്ലത്. വേറെ ആരും അറിയരുത്. ഇപ്പോഴും എൻ്റെ സംശയം ഇതാണ്, നിനക്ക് ആളു മാറിപ്പോയതായിക്കൂടെ? എനിക്കോ? നല്ല കഥയായി. ഗ്രേസി ആൻറ്റിയെ എന്താ ഞാൻ അറിയത്തില്ല അച്ചായ. എൻ്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് കണ്ടതാ ഞാൻ. ആൽബർട്ട് ഒന്ന് അമർത്തി മൂളി. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഒരു മരണം കൊണ്ട് തകർന്നു പോയ വീടാ അത്. ഇനി ഇതുകൂടി ആളുകൾ അറിയാനിടയായാൽ ആ വീടിൻ്റെ വീഴ്ച പൂർണ്ണമാകും. അന്തരുവിന് മനസ്സിലാകുന്നുണ്ടല്ലോ. ആൽബർട്ട് ബീഡിക്കുറ്റി വലിച്ചെറിഞ്ഞു. അറിയാ അച്ചായ. എൻ്റെ നാവിന്ന് ഇനി ആരും ഈ വാർത്ത അറിയില്ല. ആദ്യമായും അവസാനമായും അറിഞ്ഞയാൾ അച്ചായൻ തന്നെയായിരിക്കും. എനിക്ക് നിന്നെ വിശ്വാസം ആന്ത്രു. ആൽബർട്ട് അയാളുടെ തോളിൽ പതിയെ തട്ടി. ഞാൻ പോട്ടെ. ആന്ത്രു പോയി കഴിഞ്ഞിട്ട് കുറച്ചു നേരം കൂടി എന്തോ ചിന്തിച്ചുകൊണ്ട് ആൽബർട്ട് അവിടെ തന്നെ നിന്നു. വൈകിട്ട് അവർ ചായക്കടയിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു വിൽഫ്രഡ്. ജെയിംസ്! പെട്ടെന്നൊരു വിളി കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ആൽബർട്ട്! എന്താ ചായ? ചിരിച്ചുകൊണ്ട് അയാൾ അടുത്തു വന്നു. വാ, നമുക്ക് വെറുതെ ഒന്ന് നടക്കാം. ഓ! ഇരുവരും പടിഞ്ഞാറേക്ക് നടന്നു. തിരത്തലപ്പത്ത് കുറേ കൊച്ചുകുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. കൽക്കെട്ടിനരികിൽ അവർ എത്തി. നമുക്കിവിടെ ഇരിക്കാം. വിൽഫ്രഡിൻ്റെ പ്രതികരണം എന്തെന്ന് ശ്രദ്ധിക്കാതെ തന്നെ ആൽബർട്ട് കടലിലേക്ക് നോക്കിക്കൊണ്ട് ഒരു പാറപ്പുറത്തിരുന്നു. തിരമാലകൾക്ക് നല്ല കരുത്തുണ്ടായിരുന്നു. അവനെ സംശയത്തോടെ ഒന്ന് നോക്കിയിട്ട് വിൽഫ്രഡ് ഇരുന്നത്. ആൽബർട്ട് ഒരു ബീഡി ചുണ്ടിൽ വച്ചിട്ട് മറ്റൊന്നെടുത്ത് വിൽഫ്രഡിന് നീട്ടി. അപ്പോഴും അയാളുടെ മുഖത്തേക്ക് നോക്കിയില്ല. ഇരുവരും ബീഡി കത്തിച്ച് 1-2 പുക വിഴുങ്ങി. ആൽബർട്ടിൻ്റെ മൗനം വിൽഫ്രഡിനെ കൂടുതൽ അസ്വസ്ഥനാക്കി. വളരെ ഗൗരവമുള്ള ഒരു ഭാവമാണ് ആൽബർട്ടിൻ്റെ മുഖത്തെന്ന് അയാൾ കണ്ടറിഞ്ഞു. എന്തായാലും ഇങ്ങോട്ട് സംസാരിക്കട്ടെ. തിരത്തലപ്പത്ത് നിന്ന് കണ്ണുകൾ പിൻവലിക്കാതെ തന്നെ ആൽബർട്ട് പറഞ്ഞു. ജെയിംസേ, നിന്റെ ശരിക്കുള്ള നാട് എവിടെയാണെന്നോ നിനക്ക് ആരൊക്കെയുണ്ടെന്നോ ഇവിടെ എത്തിപ്പെട്ടത് എങ്ങനെയെന്നോ ഒന്നും ഞാൻ അന്വേഷിക്കുന്നില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നത് തന്നെ കാര്യം. പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം, അനുസരിക്കണം. അവസാന വാക്കുകൾ പറയുമ്പോൾ വല്ലാത്തൊരു മുറുക്കമുണ്ടായിരുന്നു ആൽബർട്ടിൻ്റെ ശബ്ദത്തിന്. വിൽഫ്രഡിൻ്റെ കണ്ണുകൾ കുറുകുകയും മുഖത്ത് വല്ലാത്തൊരു ഭാവം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ആൽബർട്ട് ബാക്കി പറയുന്നത് കേൾക്കാൻ അയാൾ കാതോർത്തു. ആൽബർട്ട് കടലിലേക്ക് കണ്ണു നട്ടിരുന്ന് പറയുകയായിരുന്നു. മറ്റു തുറകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ശാന്തിയും സമാധാനവും ഒക്കെയുള്ള ഒരു തുറയായിരുന്നു ഇത്. അടുത്ത കാലത്ത് ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടായി എന്നത് സത്യം തന്നെ. എന്നാലും ഉള്ളുകൊണ്ട് ഇത് ഇപ്പോഴും ആ പഴയ തുറ തന്നെയാ. അത് കേട്ടുകൊണ്ടിരുന്ന വിൽഫ്രഡിൻ്റെ മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നിമറഞ്ഞു. എങ്കിലും അയാളൊന്നും മിണ്ടിയില്ല. ആൽബർട്ട് തുടർന്നു. ഇന്നും പഴയ ആചാരങ്ങളിൽ നിന്ന് പുതിയ തലമുറ പോലും ഒട്ടും പിന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടായാൽ എല്ലാവരും വളരെ ഗൗരവത്തോടെയേ കാണൂ, പ്രതികരിക്കൂ. ഇനിയും തനിക്കിത് കേട്ടു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നി തുടങ്ങി വിൽഫ്രഡിന്. തൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന മൃഗം ഏതു നിമിഷവും പുറത്തു ചാടുമോ എന്ന് പോലും അയാൾ ഭയപ്പെട്ടു. അങ്ങനെ വന്നാൽ സർവ്വതും പൊളിയും. ഉള്ളിലെ വികാരവിക്ഷോഭങ്ങൾ അടക്കാൻ പാടുപെട്ടുകൊണ്ട് വാക്കുകളിൽ കഴിവതും നിസ്സഹായതയുടെ നിറം ചാർത്തി അയാൾ തിരക്കി. അച്ചായൻ പറഞ്ഞു വരുന്നത് ഞാനാണ് ഈ തുറയിലെ പ്രശ്നങ്ങൾക്ക് കാരണക്കാരൻ എന്നാണോ? അച്ചായൻ അറിയുമോ, ആരൊരുമില്ലാതിരുന്ന ഞാൻ ഒരു മനുഷ്യനായി ജീവിക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ്. ഞാൻ അയാൾ പറഞ്ഞു വരുന്നത് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ആൽബർട്ട് കൈ ഉയർത്തി. ജെയിംസേ, നീ എഴുതാപ്പുറം വായിക്കരുത്. ഞാൻ പറഞ്ഞത് ഇതാണ്. നീ കാരണം ഒരിക്കലും ഈ തുറയിൽ ഒരു സംഭവം ഉണ്ടാകരുത്. ഈ തുറയിലെ ഒരു സ്ത്രീയെയും നിന്നെയും ചേർത്ത് അപവാദ കഥകളൊന്നും പ്രചരിക്കരുത്. ആ ക്ഷണം വിൽഫ്രഡിന് കാര്യം ബോധ്യമായി. കഴിഞ്ഞ രാത്രിയിൽ താൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആൽബർട്ട് തുറന്നു പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ഈ നിമിഷം അതങ്ങ് നിർത്തിയേക്കണം. ആൽബർട്ടിൻ്റെ കവിളടക്കം ഒന്ന് കൊടുക്കാനും ഇതൊക്കെ പറയാൻ നീയാരാടാ എന്ന് അലറാനും കൊതിച്ചുപോയി വിൽഫ്രഡ്. പക്ഷേ വിവേകം വികാരത്തെ അടക്കി. തൻ്റെ ലക്ഷ്യങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി വിജയശ്രീലാളിതനായി ഇവിടെ നിന്ന് മടങ്ങണമെങ്കിൽ പലതും സഹിച്ചേ പറ്റൂ, പലതും ക്ഷമിച്ചേ പറ്റൂ. അയാളുടെ നിശബ്ദത കണ്ടപ്പോൾ ആൽബർട്ട് കരുതിയത് കുറ്റബോധം കൊണ്ടായിരിക്കുമെന്നാണ്. അവൻ തിരിഞ്ഞ് അയാളുടെ തോളിൽ കൈവച്ചു. ജെയിംസ്, ഞാൻ പറഞ്ഞതിൽ നിനക്ക് വിഷമം തോന്നിയിട്ടുണ്ടാവും. സാരമില്ല. തെറ്റുകളിലേക്ക് പോകാൻ മനസ്സ് പ്രേരിപ്പിക്കുന്ന പ്രായമാണിത്. ഒരു കാര്യം ചെയ്യേ, നിനക്ക് വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയേ. പറ്റിയൊരു പെൺകുട്ടിയെ നമുക്ക് കണ്ടെത്താം. വിൽഫ്രഡിൻ്റെ കുറുക്കൻ ബുദ്ധി ഉണർന്നു. അയാൾ പെട്ടെന്ന് ആൽബർട്ടിൻ്റെ കാൽക്കിലേക്ക് വീണു. അച്ചായം പൊറുക്കണം. പ്രായത്തിൻ്റെ വിവേകമില്ലായ്മ കൊണ്ട് എനിക്ക് ചില തെറ്റുകളൊക്കെ പറ്റിപ്പോയി. ഇനി ഞാൻ തെറ്റൊന്നും ആവർത്തിക്കില്ല. ഏയ്, എന്താ ജെയിംസ് ഇത്? പോട്ടടാ.
തെറ്റുകൾ സംഭവിക്കുന്നത് മനുഷ്യ സഹജമല്ലേ? അവൻ അയാളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പെട്ടെന്ന് ഒരു വാഹനത്തിന്റെ ഇരമ്പിൽ കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി. റോഡിലൂടെ വന്ന പോലീസ് ജീപ്പ് തുറയിലേക്ക് തിരിയുന്നു. വിൽഫ്രഡ് നടുങ്ങിപ്പോയി. ചെകുത്താൻ കാർലോസ്! അയാൾ തന്നെ കണ്ടാൽ എല്ലാം തീർന്നു. ആൽബർട്ട് എഴുന്നേറ്റു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ജീപ്പ് അവറാച്ചൻ്റെ ചായക്കടയ്ക്ക് മുന്നിൽ നിന്ന് കഴിഞ്ഞു. ആൽബർട്ട് അവിടേക്ക് നടന്നു. ഏതാനും വാരം നടന്നിട്ട് എന്തോ ഓർമ്മിച്ചിട്ട് എന്ന വണ്ണം തിരിഞ്ഞു നോക്കി. വിൽഫ്രഡിനെ കണ്ടില്ല. ആൽബർട്ട് അടുത്തെത്തുമ്പോൾ ജീപ്പിൽ തന്നെ ഇരിക്കുകയായിരുന്നു കാർലോസ്. എന്താണോ? തൻ്റെ തിരച്ചിലിൽ എന്തെങ്കിലും തുമ്പ് കിട്ടിയോ? ചിരിച്ചുകൊണ്ടായിരുന്നു കാർലോസിൻ്റെ അന്വേഷണം. ഇല്ല സാർ. അത് പറയുമ്പോൾ ആൽബർട്ടിൻ്റെ തല കുനിഞ്ഞിരുന്നു. അതിന് താൻ വിഷമിക്കേണ്ട. അന്വേഷണം പോലീസിനുള്ളതാ. തന്നെ ഞങ്ങളുടെ സഹായിയായിട്ടാണ് കണ്ടത്. ഞങ്ങൾ പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിയാത്തത് തനിക്ക് ഈ തുറയിൽ കണ്ടെത്താനായിരുന്നു വരും. അതാ പറഞ്ഞത്. ഏതായാലും തൻ്റെ സേവനം ഇനിയും ഞങ്ങൾക്ക് വേണം. ആൽബർട്ട് തലകുലുക്കി. കാർലോസും പാട്ടിയും തുറയിലൂടെ തന്നെ ജീപ്പ് ഓടിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ കൽക്കെട്ടിനരികിൽ വിൽഫ്രഡ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ഗ്രേസിയെക്കുറിച്ചാണ് ആൽബർട്ട് ചിന്തിച്ചത്. ജോർജ് കുട്ടിയുടെ അമ്മച്ചി. പ്രായമായി നിൽക്കുന്ന മോളിക്കുട്ടിക്ക് പോലും അവളുടെ അമ്മച്ചി തെറ്റായ വഴിക്ക് പോകുന്നത് കണ്ട് വഴിപ്പിഴച്ചു പോകാനിടയുണ്ട്. അത് പാടില്ല. മാത്രമല്ല, ഗ്രേസി ചേട്ടത്തിയെക്കുറിച്ച് ഒരിക്കലും മോശമായ ഒരു വാർത്തയും ഇതുവരെ തുറയിൽ പ്രചരിച്ചിട്ടില്ല. ഇനിയും അത് ഉണ്ടാകരുത്. അതിന് തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്യണം, ആൽബർട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് അവൻ ജോർജ് കുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നത്. പുറത്ത് ആരെയും കണ്ടില്ല. വീടിൻ്റെ വാതിൽ പകുതി ചാരിയിട്ടിരിക്കുകയാണ്. തിണ്ണയ്ക്ക് താഴെ മുറ്റത്ത് നിന്നുകൊണ്ട് ആൽബർട്ട് ചുറ്റും നോക്കി. ഭിത്തിയിൽ മാല ചാർത്തി വെച്ചിരിക്കുന്ന ജോർജ് കുട്ടിയുടെ ഫോട്ടോ. ഒരു നിമിഷം അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു. തൻ്റെ പ്രിയ സുഹൃത്ത്. ആരാണ് ഈ പാപം ചെയ്തതെങ്കിലും അവനെ കണ്ടെത്താൻ അയാൾ തീർച്ചയായും താൻ പകരം ചോദിക്കും. ഇവിടെ ആരുമില്ലേ? ആൽബർട്ട് വിളിച്ചു ചോദിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ പകുതി ചാരിയിരുന്ന വാതിൽ പൂർണ്ണമായും തുറക്കപ്പെട്ടു. ഉറക്കച്ചടവോടെ ഗ്രേസി. ആൽബർട്ടിൻ്റെ നെറ്റി ഒന്ന് ചുളിഞ്ഞു നിവർന്നു. കയറിയിരിക്കുക ആൽബർട്ടെ, ഞാനൊന്ന് മയങ്ങിപ്പോയി, ഗ്രേസി ക്ഷണിച്ചു. അവൻ തിണ്ണയിലേക്ക് കയറി ഒരു കസേരയിലിരുന്നു. ഗ്രേസി ചേട്ടത്തിയുടെ പകലുറക്കത്തിൻ്റെ കാര്യം എന്താണെന്ന് അയാൾ ഊഹിച്ചു. മോളിക്കുട്ടി എന്തിയെ ചേട്ടത്തി? ആ, അപ്പുറത്തെങ്ങാനും ടി വി കാണാൻ പോയി കാണും. കട്ടിലയിൽ ചാരി നിന്നുകൊണ്ട് വലിയ താല്പര്യമില്ലാത്ത മട്ടിലായിരുന്നു അവരുടെ സംസാരം. മോളിക്കുട്ടി അപ്പോൾ അവിടെ ഇല്ലാതിരുന്നത് നന്നായെന്ന് ആൽബർട്ടിന് തോന്നി. താൻ സംസാരിക്കാൻ വന്ന കാര്യം മോളിക്കുട്ടി കേൾക്കാൻ പാടില്ലാത്തതാണ്. ഒരു മകൾ കേൾക്കെ അമ്മയോട് ചോദിക്കാൻ കഴിയാത്തതാണ്. ആൽബർട്ടിനെ കാപ്പി എടുക്കട്ടെ? ഇപ്പോൾ വേണ്ട, ഞാൻ കുറച്ച് മുമ്പാണ് കഴിച്ചത്. അവർക്കിടയിൽ ഒരു മൗനം. രണ്ട് അപരിചിതരുടെ ഭാവം. ഇനി എന്ത് ചോദിക്കണം, എന്ത് പറയണം എന്ന് ഇരുവർക്കും തിരിച്ചറിയാൻ പാടില്ലാത്ത അവസ്ഥ. അവസാനം ആൽബർട്ട് തന്നെ സംസാരിച്ചു. ഞാൻ ചേട്ടത്തിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതാണ്. അതിലെന്തെങ്കിലും തെറ്റായി തോന്നിയാൽ എന്നോട് ക്ഷമിക്കണം. ഗ്രേസിയുടെ നെറ്റി ചുളിഞ്ഞു. ആൽബർട്ട് ഇന്നുവരെ ഇങ്ങനെയൊന്നും ഒരു മുഖവരിയോടെ സംസാരിച്ചിട്ടില്ല. അതിനർത്ഥം കാര്യം ഗൗരവമുള്ളതാണെന്നാണ്. ഗ്രേസിയുടെ മുഖത്തേക്ക് നോക്കാതെയാണ് ആൽബർട്ട് സംസാരിച്ചു തുടങ്ങിയത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു ജോർജ് കുട്ടി. അതുകൊണ്ട് തന്നെ ഈ വീട്ടിലെ ഒരു അംഗത്തെ പോലെയായിരുന്നു ഞാൻ. ഇന്നും അതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല ആൽബർട്ടെ, ഗ്രേസി ഓർമ്മിപ്പിച്ചു. ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞുമില്ല ചേട്ടത്തി. ചേട്ടത്തി എനിക്കും ഒത്തിരി ആഹാരം വെച്ച് വിളമ്പി തന്നിട്ടുണ്ട്. അതിൻ്റെ നന്ദിയുമുണ്ട് എനിക്ക്. ആൽബർട്ട് എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എത്ര ചിന്തിച്ചിട്ടും ഗ്രേസിക്ക് പിടികിട്ടിയില്ല. അവൻ തുടർന്നു. അങ്ങനെയുള്ള ചേട്ടത്തെക്കുറിച്ച് നാളെ ഈ തുറയിലുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കാൻ എനിക്ക് വിഷമമുണ്ട്. ഗ്രേസിയുടെ ഹൃദയത്തിൽ ഒരു വലിയ കടൽ ചുഴി രൂപം കൊണ്ടു. ആ ചുഴിക്കുള്ളിൽ സ്വയം അകപ്പെട്ടതുപോലെ അവർ വട്ടം കറങ്ങി. ആൽബർട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ ഒരു ഭീതിയോടെ അവർ ചിന്തിച്ചു തുടങ്ങുകയും ചെയ്തു. ശരീരത്തിനൊരു തളർച്ച. അവർ വാതിലിൻ്റെ കട്ടിളപ്പടിയിൽ മുറുകെ പിടിച്ചു. മാനത്ത് വട്ടമിട്ട് പറക്കുന്ന പരുത്തിൻ കൂട്ടങ്ങളിലേക്ക് നോട്ടമുറപ്പിച്ചുകൊണ്ട് ആൽബർട്ട് തുടർന്ന് ചോദിച്ചു. പ്രായപൂർത്തിയായ മകളെ തനിച്ചാക്കിയിട്ട് ഇന്നലെ രാത്രിയിൽ ചേട്ടത്തി പുറത്ത് എവിടെയെങ്കിലും പോയിരുന്നോ? ഞാൻ ഗ്രേസി ഒന്ന് പതറി. എന്താ ആൽബർട്ടെ ഈ ചോദിക്കുന്നത്? രാത്രിയിൽ ഞാൻ എവിടെ പോകാനാ? ആൽബർട്ട് നിന്ദയോടെ ചിരിച്ചു. ചേട്ടത്തി എന്തിനാ വിയർക്കുന്നത്? ഒരു കള്ളം പറഞ്ഞു ഫലിപ്പിക്കാൻ ചേട്ടത്തിക്ക് അറിയില്ല. ചേട്ടത്തി എവിടേക്കാണ് പോയതെന്ന് വ്യക്തമായി അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗ്രേസി തീർത്തും അവശയായി. ഏതു നിമിഷവും താൻ തളർന്ന് വീണേക്കുമെന്ന് അവർക്ക് തോന്നി. ആൽബർട്ട് അത് ശ്രദ്ധിച്ചില്ല. ചേട്ടത്തിയെ ഉപദേശിക്കാനുള്ള പ്രായമൊന്നും എനിക്കായിട്ടില്ല. എങ്കിലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ തുറയിൽ മറ്റൊരു വാളശാന്തിയായി ചേട്ടത്തിയുടെ പേര് വീണാൽ കെട്ടിക്കാൻ പ്രായമായി നിൽക്കുന്ന മകളുടെ ഭാവി എങ്ങനെയായി തീരും എന്നെങ്കിലും ചേട്ടത്തി ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഗ്രേസിക്ക് മിണ്ടാനാവുന്നില്ല. പിടിക്കപ്പെട്ടിരിക്കുന്നു. ആൽബർട്ടിൻ്റെ ശബ്ദം കടലിൻ്റെ മറുകരയിൽ എങ്ങോ നിന്നാണ് വരുന്നതെന്ന് അവർക്ക് തോന്നി. ചേട്ടത്തി ഇനി തെറ്റിലേക്ക് പോകരുത്. ഈ കടലോരത്ത് ഇതുവരെ ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇതൊന്ന് പറയാനാണ് ഞാൻ വന്നത്. കേട്ടതൊക്കെ സത്യമായി ഇരിക്കരുതേ എന്നൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു എനിക്ക്. പോട്ടെ. അവൻ എഴുന്നേറ്റു. തിരിഞ്ഞു നോക്കാൻ പോലും കരുത്തില്ലാതെ ആൽബർട്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ആൽബർട്ടെ, നീ ഒന്ന് നിന്നേ.
പെട്ടെന്ന് പിന്നിൽ ഗ്രേസിയുടെ ശബ്ദം. തളർന്ന സ്വരമല്ല, നല്ല മൂർച്ചയുള്ള ശബ്ദം. ഒരു ഞെട്ടലോടെ ആൽബർട്ട് തിരിഞ്ഞു നോക്കി. ആൽബർട്ട് സംശയത്തോടെയാണ് തിരിഞ്ഞു നോക്കിയത്. കാരണം ഗ്രേസിയുടേത് അതുവരെ കേട്ട ശബ്ദമായിരുന്നില്ല. മൂർച്ചയുള്ള കല്ലിച്ച ഒരു തരം ശബ്ദം. എന്താ ചേട്ടത്തി? അവൻ തിരക്കി. അല്ല, നീ കുറേ ന്യായങ്ങളും വേദാന്തങ്ങളും നിരത്തിയേച്ച് പോകുവാണല്ലോ. എങ്കിൽ ഇതിനും കൂടെ ഒരു മറുപടി പറഞ്ഞേച്ച് പോയട്ടെ. ആൽബർട്ടിൻ്റെ നെറ്റി ചുളിഞ്ഞു. എൻ്റെ മകൻ്റെ മരണശേഷം ഞാനും എൻ്റെ മോളും എങ്ങനെ ജീവിക്കുന്നെന്ന് ഈ തുറയിലെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുപോട്ടെ, ജോർജ് കുട്ടി നിൻ്റെ ശിഷ്യനാണെന്നും പറഞ്ഞല്ലായിരുന്നോ നടപ്പ്? നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആൽബർട്ട് ഉമിനീരിറക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്താടാ മിണ്ടാത്തത്? ഉത്തരം മുട്ടി അല്ലേ? ഗ്രേസി പുച്ഛിച്ചു. ഞങ്ങൾക്ക് 2 വയറ് കഴിയണമായിരുന്നു. ഇവിടെ വേലയും കൂലിയുമില്ല. ജോർജ് കുട്ടിയുടെ അപ്പനുണ്ടായിരുന്നപ്പോൾ സമ്പാദിച്ചു കൂട്ടി വെച്ചിരുന്നുമില്ല. അല്ലെങ്കിൽ കാലു നീട്ടി കിഴക്കോട്ടിരുന്നുകൊണ്ട് സുഖിച്ച് ജീവിക്കാമായിരുന്നു. ഇവിടെ ഒരു തൊഴിൽ വല്ലതും കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയെങ്കിലും ജീവിച്ചാനേ. അതുമില്ല. എൻ്റെ മോളെങ്കിലും ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ ഈ തൊഴിലിനിറങ്ങിയത്. അല്ലാതെ ഈ കടലോരത്ത് ഒരു മണിമളിയുണ്ടാക്കി പൊറുക്കാനും മറ്റുമല്ല. ഗ്രേസിയുടെ മുഖം കോപം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. താൻ സംസാരിച്ചതിൽ നിന്ന് അവർ കുറേ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുവെന്നും എല്ലാവരും അറിഞ്ഞാലുണ്ടാവുന്ന നാണക്കേട് അതിനെക്കുറിച്ച് ബോധവതിയായെന്നും അതൊന്നും പുറത്തേക്ക് പ്രകടിപ്പിക്കാതെ മൂടിവെക്കാനാണ് ഈ സംസാരമെന്നും ആൽബർട്ടിന് വ്യക്തമായി. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ അവൻ തിരിച്ചു നടന്നു. ഇടവഴിയിൽ വെച്ച് അവൻ മോളിക്കുട്ടിയെ കണ്ടു. ശരിക്കൊന്ന് ചിരിക്കാൻ പോലും അവന് തോന്നിയില്ല. അച്ചായനെപ്പോൾ ഈ വഴിക്കൊന്നും കാണുന്നില്ലല്ലോ, അവൾ പരിഭവം പറഞ്ഞു. സമയം തീരെ കിട്ടാറില്ലായിരുന്നു. മോളിക്കുട്ടിക്ക് സുഖമല്ലേ? അവളൊന്ന് മൂളി. ആൽബർട്ട് കാലുകൾ നീട്ടിവെച്ച് നടന്നു. ഇവിടേക്ക് വന്നതും ഗ്രേസിയുമായി സംസാരിച്ചതും തെറ്റായിപ്പോയെന്ന് അപ്പോഴും അവന് തോന്നുന്നില്ലായിരുന്നു. മനുഷ്യർ പല പ്രകൃതക്കാരല്ലേ. എങ്ങോട്ടായി പോണത്? മനസ്സ് ഇവിടെങ്ങുമല്ലെന്ന് തോന്നുന്നല്ലോ. ശബ്ദം കേട്ടപ്പോൾ അവൻ ഞെട്ടിയതുപോലെ തിരിഞ്ഞു നോക്കി. വേലിക്കൽ മാർത്ത നിൽക്കുന്നു. കണ്ണിമയ്ക്കാതെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അല്ല മാർത്തേ, ഞാനിങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് സത്യം പറഞ്ഞാൽ പരിസരം മറന്നുപോയി. ആൽബർട്ട് ജാളിയും മറച്ചു വെച്ചില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്കത് മനസ്സിലായി. പോട്ടെ, അവൻ മുന്നോട്ട് നടക്കാൻ ഭാവിച്ചു. തിരുക്കപ്പെട്ട എങ്ങോട്ടാ? ഇങ്ങോട്ടൊന്ന് കയറിയിട്ട് പോയാൽ പോരെ? അല്ല മാർത്തേ, വൈകിട്ട് കടലിൽ പോകാനുള്ളതാ. അതിൻ്റെ ചില കാര്യങ്ങൾ തീർക്കാനുണ്ട്. അവളുടെ മുഖത്ത് സങ്കടം തിങ്ങി. അല്ലെങ്കിലും അച്ചായന് ഇപ്പോൾ എന്നോട് ഒട്ടും സ്നേഹമില്ല. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ തെറ്റൊന്നും ചെയ്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ മാർത്തേ. എനിക്കിത്തിരി തിരക്കുള്ള കൊണ്ടല്ലേ. മറിയച്ചേർത്തി എന്തിയേ? പുരയിലുണ്ട്. പിന്നെ ഒന്നും ചോദിക്കാതെ അവൻ നടന്നുപോയി. കണ്ണിൽ നിന്ന് മറയുന്നതുവരെ മാർത്ത അത് നോക്കി നിന്നു. ക്വാർട്ടേഴ്സിൽ ക്രൈംബ്രാഞ്ച് SP കാർലോസും SI ലത്തീഫും ഹെഡ് കോൺസ്റ്റബിൾ മദനും കാര്യമായ ചർച്ചകളിലായിരുന്നു. വിൽഫ്രഡിൻ്റെ സാന്നിധ്യം ആ കടലോരത്ത് എവിടെയോ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അവനെപ്പോലെ ഒരാളെ വാടകയ്ക്കെടുത്ത് തുറയിലേക്ക് അയക്കണമെങ്കിൽ അതിന് ഒരുപാട് ചെലവും പ്രാധാന്യവും ഉണ്ടായിരിക്കും. മാത്രമല്ല, എനിക്ക് പണം തന്ന് വീഴ്ത്താൻ പോലും ആരും ശ്രമിച്ചതിൽ നിന്നും അത് വ്യക്തമാകുന്നുണ്ടല്ലോ. കാർലോസ് ഒരു സിഗരറ്റിന് തീ പിടിപ്പിക്കുന്നതിനിടയിൽ പറഞ്ഞു. സാർ, ലത്തീഫ് സംസാരിച്ചു. അതുമാത്രമല്ല, വളരെ നിസ്സാരന്മാരായ 2-3 പേരെ ഇല്ലാതാക്കാൻ അയാളെ പോലുള്ളവരുടെ സേവനം ഉപയോഗപ്പെടുത്തേണ്ട കാര്യവുമില്ലല്ലോ. ലത്തീഫ്, യു ആർ കറക്റ്റ്. അതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത വളരെ പ്രധാനപ്പെട്ട ആരെയെങ്കിലും കൊലപ്പെടുത്തുകയായിരിക്കും അയാളുടെ ലക്ഷ്യമെന്നാണ്. ഒരുപക്ഷെ വിൽഫ്രഡ് അവിടെ തന്നെ ഉണ്ടായിരിക്കും സാർ. നമുക്ക് അയാളുടെ ഫോട്ടോ അവിടെയുള്ളവരെ ഒന്ന് കാണിച്ചാലോ? മദൻ്റേതായിരുന്നു ചോദ്യം. കാർലോസിൻ്റെ മുഖം തെളിഞ്ഞു. താങ്ക് യു മദൻ, ഇക്കാര്യം നമ്മൾ മറന്നു കിടന്നതാണ്. ലത്തീഫ്, സാർ, ഉടൻ തന്നെ വിൽഫ്രഡിൻ്റെ പല മോഡലിലുള്ള ഫോട്ടോകൾ സംഘടിപ്പിക്കണം. അവൻ ഏത് വേഷത്തിലാണ് അവിടെ എത്തിയിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. സർ. ലത്തീഫ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. മദൻ, കാർലോസ് വിളിച്ചു. സാർ, നീ തുറയിലേക്ക് പോകണം. കഴിഞ്ഞ 6 മാസത്തിനകം പുതുതായി ആരെങ്കിലും തുറയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം, വളരെ രഹസ്യമായിട്ട്. സർ. മദനു അപ്പോൾ തന്നെ യാത്രയായി. കാർലോസിനും പോകാനുണ്ടായിരുന്നു ഒരിടത്തേക്ക്. അയാളും അവിടെ നിന്നിറങ്ങി. രാവിലെ മുതൽ തന്നെ അസ്വസ്ഥനായിരുന്നു അങ്കിൾ ഫ്രെഡി. അതിന് കാരണമുണ്ട്. ചാണ്ടിക്കുഞ്ഞ് കോഴിക്കോട്ട് നിന്ന് വിളിച്ചിരുന്നു. അഡ്വക്കേറ്റ് ജനാർദ്ദന പൈയുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ആൽബർട്ടിനെയും കുടുംബത്തെയും ഇല്ലാതാക്കാനും കഴിഞ്ഞിട്ടില്ല. ഫ്രെഡിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഒരാഴ്ചക്കുള്ളിൽ വേണമെന്ന്, അല്ലെങ്കിൽ അവൻ വേറെ മാർഗം നോക്കുമെന്ന്. അയാൾ അസ്വസ്ഥനാകാൻ ഇതിൽ കൂടുതൽ എന്തു വേണം? കോടിക്കണക്കിന് സ്വത്തിൻ്റെ കാര്യമാണ്. ചുരുട്ടു പുകച്ചുകൊണ്ട് മുറിയിൽ ഉലാത്തുന്നതിനിടയിൽ അയാൾ ഓർത്തു. താൻ വിചാരിച്ചതത്രയും തൻ്റെ കയ്യിൽ വന്നു ചേരാതെ പിന്നോട്ട് മാറുന്ന പ്രശ്നമേയില്ല. അതിന് ആദ്യം കാണേണ്ടത് വിൽഫ്രഡിനെയാണ്. ആ നായൻ്റെ മോനെ കൊണ്ട് എന്തെങ്കിലും നടക്കുമോ ഇല്ലയോ എന്നറിയണം. അല്ലെങ്കിൽ താൻ നേരിട്ടാണെങ്കിലും കാര്യം സാധിച്ചിരിക്കും. അതൊരു ഉറച്ച തീരുമാനമായിരുന്നു. തോമസ്, ഫ്രെഡി ശബ്ദമുയർത്തി വിളിച്ചു. അയാൾ ഓടിയെത്തി. എന്താങ്കിൽ?
എനിക്ക് ഉടനെ വിൽഫ്രഡിനെ കാണണം. നീ തുറയിലേക്ക് ചെല്ല്. ജെയിംസ് എന്ന പേരിലാണ് അവൻ അവിടെ താമസിക്കുന്നത്. കഴിഞ്ഞ തവണത്തേതുപോലെ അവിടെ ചെന്നിട്ട് വിൽഫ്രഡ് എന്നൊരുത്തനെ അന്വേഷിച്ചിട്ട് തിരിച്ചു പോരരുത്. അവനെ കണ്ടിട്ടേ നീ മടങ്ങി വരാവൂ. എനിക്ക് നേരിൽ കാണണമെന്ന് പറ. അവൻ വരും, അല്ലെങ്കിൽ നീ കൊണ്ടുവരണം. രണ്ടിലൊന്ന് ഇന്ന് തന്നെ എനിക്കറിയണം. അപ്പോൾ തന്നെ ഒരു ബൈക്കിൽ തോമസും യാത്രയായി. ഏതാണ്ട് ഒരേ സമയത്താണ് തോമസും ക്രൈംബ്രാഞ്ച് ഹെഡ് കോൺസ്റ്റബിൾ മദനും തുറയിലെത്തിയത്. അതും അവറാച്ചൻ്റെ ചായക്കടയിൽ തന്നെ. ക്രൈംബ്രാഞ്ച് ഹെഡ് കോൺസ്റ്റബിൾ മദൻ അവറാച്ചൻ്റെ ചായക്കടയിലേക്ക് കയറി. രണ്ട് മത്സ്യത്തൊഴിലാളികൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. ഒരു ചായ. ചെളി പിടിച്ച ബെഞ്ചിൽ ഇരിക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു, കടിക്കാൻ വല്ലതും വേണോ സാറേ? അകത്തുനിന്ന് തല നീട്ടുന്നതിനിടയിൽ അവറാച്ചൻ തിരക്കി. ആ, ഒരു പഴംപൊരി കൂടി എടുത്തോ. ചായ കുടിച്ചുകൊണ്ടിരുന്നവർ തല ഉയർത്തി അയാളൊന്ന് നോക്കി. അവറാച്ചൻ ചായയും പഴംപൊരിയും കൊണ്ടുവന്ന് മുന്നിൽ വെച്ചിട്ട് തിരക്കി. സാറ് ഇവിടെ പുതിയ ആളാണോ? അതെ. ഒരു നിമിഷം കഴിഞ്ഞിട്ടാണ് മദനൻ മറുപടി പറഞ്ഞത്. അതിനിടെ അയാൾക്ക് ഒരു കാര്യം വ്യക്തമായി. തന്നെ ഇവിടെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ തന്നെ യൂണിഫോം ഇല്ലാതെ താൻ ഇവിടേക്ക് വരുന്നത് ആദ്യമാണല്ലോ. ഇവിടെ ആരെ കാണാനാ? അവറാച്ചനെ പിന്നെയും അറിയണം. അല്ലെങ്കിലും ഇതുപോലുള്ളിടത്തൊക്കെ പുതിയതായി ആരെങ്കിലും എത്തിയാൽ ആളുകൾക്ക് അവരുടെ ജാതകം മുഴുവൻ അറിയണം. അത് അവരുടെ സ്വഭാവത്തിൻ്റെ ഒരു സവിശേഷതയാണ്, മദൻ ഓർത്തു. നിമിഷ നേരത്തിനുള്ളിൽ മദൻ അതിന് ഒരു ഭയം കണ്ടെത്തുകയും ചെയ്തു. ചേട്ടൻ്റെ പേരെന്താ? അവറാച്ചൻ. ആ ചേട്ടാ, എൻ്റെ ഒരടുത്ത ബന്ധു വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോന്നതാണ്. 2-3 മാസം കഴിഞ്ഞു. ഈ തുറയിലുണ്ടെന്ന് അടുത്ത കാലത്താണ് അറിഞ്ഞത്. ഇവിടെ വെച്ച് ഒരു പരിചയക്കാരൻ അയാളെ കണ്ടുപോലും. അയാളെ അന്വേഷിച്ച് വന്ന ഞാൻ. ബന്ധുക്കളായി ഞങ്ങളൊക്കെയേ ഉള്ളൂ അയാൾക്ക്. പുതുതായി അങ്ങനെ ആരെങ്കിലും ഈ തുറയിൽ വന്നതായി ചേട്ടൻ അറിയാമോ? ചോദ്യം അവറാച്ചനോടായിരുന്നെങ്കിലും അവിടെ ഇരുന്നവരും അത് ശ്രദ്ധിച്ചു. അങ്ങനെ ആരെങ്കിലും? അവറാച്ചൻ അവിടെ ഇരുന്നവരെ നോക്കി. നിങ്ങളുമൊന്ന് ചിന്തിച്ചു നോക്കിയേ. മദനൻ പഴംപൊരി തിന്നുകൊണ്ട് അവരെ തന്നെ ശ്രദ്ധിച്ചിരുന്നു. എന്താ സാർ അയാളുടെ പേര്? അവരിൽ ഒരാൾ ചോദിച്ചു. സുരേന്ദ്രൻ. പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു പേര് അയാൾ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ കൂട്ടിച്ചേർത്തു, വീട്ടിൽ നിന്ന് പിണങ്ങി പോരുന്നതുകൊണ്ട് അയാൾ ഇവിടെ വേറെ ഏതെങ്കിലും പേരിലാണോ അറിയപ്പെടുന്നതെന്ന് എനിക്ക് നിശ്ചയമില്ല. ഇവിടെ അങ്ങനെ പുതുതായിട്ട് ചർച്ച അവർ തമ്മിലായി. നമ്മുടെ ജെയിംസ് പുതിയ ആളല്ലേ? ആണല്ലോ, പക്ഷേ അയാൾ ക്രിസ്ത്യാനിയല്ലേ? ഇദ്ദേഹം പറഞ്ഞ ആൾ ഹിന്ദുവും. അത് നേരാണല്ലോ. അവറാച്ചൻ തലചൊറിഞ്ഞു. അപ്പോൾ അയാളാകാനിടയില്ല. ജെയിംസ്. മദൻ ആ പേര് മനസ്സിൽ കുറിച്ചിട്ടു. അപ്പോഴാണ് ചായക്കടയ്ക്ക് പുറത്ത് ഒരു ബൈക്കിൽ തോമസ് വന്നിറങ്ങിയത്. അയാളും അകത്തെത്തി ഒരു ചായയ്ക്ക് ഓർഡർ കൊടുത്തു. മദൻ അയാളെ ഒന്ന് നോക്കി. അവറാച്ചൻ ചായ കൊണ്ടു കൊടുക്കുന്നപ്പോൾ തോമസ് തിരക്കി. ചേട്ടാ, ഒരു ജെയിംസ് ഇവിടെ ഉണ്ടല്ലോ. എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാമോ? മദനും കാതു കൂർപ്പിച്ചിരുന്നു. ജെയിംസ് സുഫൈജ സീ ഫുഡ്സിനടുത്ത താമസം. അവറാച്ചൻ കൈ ചൂണ്ടി. ദാ നേരെ പോകണം. ചായ കുടിച്ച് പണം നൽകിയിട്ട് തോമസ് പെട്ടെന്ന് എഴുന്നേറ്റു. അപ്പോൾ അവറാച്ചൻ ചോദിക്കുന്നത് കേട്ട് മദനൊന്നു പിടഞ്ഞുണർന്നു. അല്ല സാർ, ഒരിക്കൽ വിൽഫ്രഡ് എന്ന ആളിനെ അന്വേഷിച്ചും ഇവിടെ വന്നത് സാറ് തന്നെയല്ലേ? അതെ, പക്ഷേ അയാൾ ഇവിടെയില്ലായിരുന്നു. മദൻ്റെ തലച്ചോറിൽ ഒരു മിന്നൽ പണർ പുളഞ്ഞു കയറി. വിൽഫ്രഡ് എന്ന കൊലയാളിയുടെ കരിയർ ഇയാളാണോ? പക്ഷേ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. പക്ഷേ മറ്റൊരു സംശയം കൂടി മദന് തോന്നി. വിൽഫ്രഡ് തന്നെയാവുമോ ജെയിംസ്? അങ്ങനെയെങ്കിൽ താൻ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. അയാളെപ്പോലെയുള്ള ഒരു പ്രൊഫഷണൽ കില്ലർക്ക് തീർച്ചയായും തന്നെ പോലൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. അപകടം മണത്തറിയാൻ ഒരു മൃഗത്തേക്കാൾ കഴിവുണ്ടാവും ഒരു പ്രൊഫഷണൽ കില്ലർക്ക്. പണം നൽകി മദനും പെട്ടെന്ന് പുറത്തിറങ്ങി. അല്ല സാർ, ഇനി എന്താ പരിപാടി? അവറാച്ചൻ പിന്നിൽ നിന്ന് തിരക്കി. സുരേന്ദ്രനെ ഈ തുറയിൽ തരയുന്നില്ലേ? അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഇനി തിരിഞ്ഞിട്ട് എന്ത് പ്രയോജനം? തോമസ് അപ്പോഴേക്കും ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോയി കഴിഞ്ഞിരുന്നു. എങ്കിലും മദൻ അതിൻ്റെ നമ്പർ ശ്രദ്ധിച്ചു. തോമസ് നേരെ സുഫൈജ സീ ഫുഡ്സിന് അരികിലെത്തി. അവിടെ ആൽബർട്ട് ഉൾപ്പെടെ കുറച്ച് തൊഴിലാളികളുണ്ടായിരുന്നു. ജെയിംസ് ഇവിടെ എവിടെയാ താമസിക്കുന്നത്? നിങ്ങളാരാ? ആൽബർട്ട് തിരക്കി. ഒരു പരിചയക്കാരനാ. ഒട്ടും ഇഷ്ടപ്പെടാത്ത മട്ടിലായിരുന്നു തോമസിൻ്റെ മറുപടി. ആൽബർട്ടിന് അത് മനസ്സിലാവുകയും ചെയ്തു. എങ്കിലും വിട്ടില്ല. കാരണം തുറയിൽ പുതുതായി ആരെങ്കിലും വന്നാൽ ശ്രദ്ധിക്കണമെന്ന് ക്രൈംബ്രാഞ്ച് എക്സ്പി കാർലോസ് പറഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങളുടെ പേര്? ഇതൊക്കെ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. പറയാതെ തനിക്ക് ജെയിംസിനെ കാണാൻ പറ്റില്ല. എങ്കിൽ കാണണ്ട, ഞാൻ തിരിച്ചു പോവുകയാ. അയാൾ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഭാവിച്ചതും ആൽബർട്ട് പെട്ടെന്ന് അതിൻ്റെ താക്കോൽ ഊരിയെടുത്തു. ഈ തുറയിൽ ഒരാൾ വന്നാൽ അയാൾ ആരാണ്, എന്തിനു വന്നു, എവിടെ നിന്ന് വന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയാതെ ഞങ്ങൾ മടക്കി അയക്കാറില്ല. ചേട്ടാ, ഇത് പുലിവാലായാലോ? അയാൾക്ക് ദേഷ്യം വന്നും തുടങ്ങിയിരുന്നു. പുലിവാലല്ല, കടുവയുടെ വാല, ചട്ടുകാലൻ കൊച്ചുട്ടി വിളിച്ചു പറഞ്ഞു. അവിടെ എന്തോ പ്രശ്നം നടക്കുകയാണെന്ന് തോന്നിയ തൊഴിലാളികളെല്ലാം അടുത്തു കൂടി തുടങ്ങി. താൻ അപകടത്തിൻ്റെ വക്കിലാണെന്ന തോന്നൽ തോമസിനുമുണ്ടായി. ഇവന്മാരെല്ലാവരും കൂടി കൈവച്ചാൽ തൻ്റെ പൊടി പോലും ബാക്കി കാണില്ല. മാത്രമല്ല, നാവിൻ തുമ്പിൽ കത്രിക പൊട്ടിട്ട് നിർത്തിയിരിക്കുന്ന രഹസ്യങ്ങൾ വല്ലതും പുറത്തു പോയാൽ
എങ്കിൽ നെഞ്ചു പുലർത്തിക്കൊണ്ട് ഒരു ബുള്ളറ്റ് പായിക്കുകയാവും അങ്കിൾ ഫ്രെഡി ആദ്യം ചെയ്യുന്നത്. ഓഫീസിൽ നിന്ന് ഇക്ബാൽ മുതലാളിയും ഇറങ്ങി വന്നു. എന്താ ആൽബർട്ടെ പ്രശ്നം? അവൻ കാര്യം പറഞ്ഞു. ഇക്ബാൽ മുതലാളി തോമസിനെ സൂക്ഷിച്ചു നോക്കി. ഇവർ പറയുന്നത് ന്യായം. ഈ തുറയിൽ അടുത്തിടെ വന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് പുതുതായി ആര് വന്നാലും അവരെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കാതെ ഞങ്ങൾ വിടില്ല. ഇവർ ചോദിക്കുന്നതിനൊക്കെ സത്യസന്ധമായ ഉത്തരമങ്ങ് കൊടുത്തോ. തോമസ് വിയർക്കാൻ തുടങ്ങി. ഇങ്ങനെയൊരു കെണിയിലുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു. പറ സുഹൃത്തെ, എന്താ നിങ്ങളുടെ പേര്? എവിടെ നിന്ന് വരുന്നു? ആൽബർട്ട് ആദ്യത്തെ ചോദ്യം തൊടുത്തു. തോമസ് തല കുനിച്ചു. പെട്ടെന്ന് ഒരു പേരോ സ്ഥലപ്പേരോ മനസ്സിൽ വന്നില്ല എന്നതാണ് സത്യം. ഒരിക്കൽ കൂടി ആൽബർട്ട് ചോദ്യം ആവർത്തിച്ചു. അതിന് മറുപടി കിട്ടാഞ്ഞപ്പോൾ കൊച്ചുട്ടി ചട്ടുകാലിൽ ചാടി അയാളുടെ പുറത്ത് ഒറ്റയടി. പറയടാ, നിനക്ക് ജീവനോടെ തിരിച്ചു പോകണമെങ്കിൽ സത്യം പറയും. തോമസിന്റെ പുറത്ത് ഇടിക്കുന്നതിനിടയിൽ കൊച്ചുട്ടി അലറി. എല്ലാവരും ഒരു നിമിഷം സ്തബ്ധരായി. ചട്ടുകാലൻ കൊച്ചുട്ടിയിൽ നിന്ന് ഇത്തരമൊരു ആക്രമണം ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. വളരെ സൗമ്യനും പാവത്താനുമായിരുന്നു കൊച്ചുട്ടി. എന്താടാ, നിന്റെ അണ്ണാക്കിൽ പഴം തല്ലിക്കയറ്റി വെച്ചേക്കുവാണോ? കൊച്ചുട്ടി രണ്ടാമതും ചാടി ഇടിക്കാൻ ഭാവിച്ചു. കൊച്ചുട്ടി! ആൽബർട്ടിന്റെ ഒരു ഒറ്റ വിളി മാത്രം മതിയായിരുന്നു കൊച്ചുട്ടി കൈ പിൻവലിക്കാൻ. ആൽബർട്ട് തോമസിനെ നോക്കി. കണ്ടല്ലോ, ആരോടും ഒന്നിനും പോകാത്ത കൊച്ചുട്ടി പോലും ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇതാണ്, ഇവിടെ നടന്ന ദുരിതങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് അറിയേണ്ടത് ഈ തുറയിലുള്ള ഓരോരുത്തരുടെയും ആഗ്രഹമാണ്. അതറിയാതെ ഇവിടെ ആരും അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് പുതുതായി ആര് വന്നാലും അവരുടെ ജാതകം അറിയാതെ ഞങ്ങൾ വിടില്ല. പറയില്ലെന്ന് നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ വെറുതെ വിടില്ലെന്ന് ഞങ്ങൾക്കും വാശിയുണ്ട്. ആൽബർട്ട് അയാളുടെ ബൈക്കിൻ്റെ കീ ചെയിൻ കൈവിരലുകൾക്കിടയിലിട്ട് കറക്കിക്കൊണ്ടിരുന്നു. നിൽക്കാനും പോകാനും പറ്റാത്ത അവസ്ഥയിലായി തോമസ്. നിമിഷ നേരത്തിനുള്ളിൽ അയാൾ വിയർത്തു കുളിച്ചിരുന്നു. തന്നെ ഇവിടേക്ക് പറഞ്ഞുവിട്ട അങ്കിൾ ഫ്രെഡിയെ അയാൾ മനസ്സിൽ ശപിച്ചു. ആളുകൾ പിന്നെയും കൂടിക്കൂടി വരികയാണ്. ബൈക്ക് കളഞ്ഞിട്ട് ഓടിപ്പോകാൻ പോലും തനിക്ക് കഴിയില്ലെന്ന് തോമസിന് തോന്നി തുടങ്ങി. തന്നെ കടിച്ചു കുടയാൻ നിൽക്കുന്ന ഭാവത്തിലാണ് ഈ ജനം അത്രയും. പിള്ളേരുടെ കൈക്ക് പണിയുണ്ടാക്കാതെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങ് തുറന്നു പറഞ്ഞവരുടെ കൊച്ചനെ, ഇക്ബാൽ മുതലാളി വീണ്ടും പറഞ്ഞു. ഉള്ള കാര്യം പറഞ്ഞാൽ അപ്പോഴേ ഇവർ തന്നെ കൊല്ലുമെന്ന് തോമസിന് തീർച്ചയായിരുന്നു. ചേട്ടാ, അയാൾ ചുണ്ടനക്കി. ഞാനൊരു പാവമാണ്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കുഴപ്പക്കാരനൊന്നുമല്ല. എന്നാലും നിനക്ക് പേരും നാളുമില്ലേ, വീടും കുടിയുമില്ലേ? അതൊക്കെ പറയാൻ എന്താണ് ഇത്ര വൈക്ലഭ്യം? ആൾക്കൂട്ടത്തിൽ നിന്ന് ആരോ തിരക്കി. തോമസ് നിന്ന് ഒരുക്കുകയാണ്. നായൻ്റെ മോനെ, നിന്നെ കൊണ്ട് ഞാൻ പറയിക്കാൻ വിടാ. സകല ക്ഷമയും നശിച്ച ആൽബർട്ട് മുന്നോട്ടാഞ്ഞു. തോമസിൻ്റെ കവിടടക്കം ഒറ്റയടി. ഹോ! അയാളുടെ തലച്ചോറിൽ നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി. പറഞ്ഞോടാ, ആരാ നീ? അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് നേരെ നിർത്തുന്നതിനിടയിൽ ആൽബർട്ട് ആക്രോശിച്ചു. തോമസിൻ്റെ ചുണ്ടുപൊട്ടി ചോരയൊലിക്കുന്നുണ്ടായിരുന്നു. തുഴ പിടിക്കുന്ന കയ്യത്. വല്ലാതെ നോവുമേ നിനക്ക്? താൻ എല്ലാ സത്യങ്ങളും പറഞ്ഞു പോകുമെന്ന് തോമസിന് ഉറപ്പായി. പക്ഷേ ആ നേരത്തായിരുന്നു ഒരു ശബ്ദം. അച്ചായ, അയാളെ കൊല്ലല്ലേ, എൻ്റെ കൂട്ടുകാരനാ. ശബ്ദം കേട്ടിടത്തേക്ക് എല്ലാവരും തിരിഞ്ഞു നോക്കി. വിൽഫ്രഡ്. തോമസിൻ്റെ മുഖം തെളിഞ്ഞു. ജെയിംസേ, നിന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞിട്ടും ഇവരെല്ലാം കൂടി എന്നെ തല്ലിക്കൊല്ലാൻ പോകുമായിരുന്നടാ. അതിന് ഇവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലടാ. വിൽഫ്രഡ് ആളുകൾക്കിടയിലൂടെ തോമസിൻ്റെയും ആൽബർട്ടിൻ്റെയും അടുത്തേക്ക് വന്നു. ആൽബർട്ട് തോമസിൻ്റെ ഷർട്ടിൽ നിന്ന് പിടിവിട്ടിരുന്നു. വിൽഫ്രഡ് അടുത്തെത്തി തോമസിൻ്റെ തോളിൽ കൈവച്ചു. ഇവിടെ ഒരുപാട് ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടെയുള്ളവർ സംശയത്തോടെ മാത്രമേ ആരെയും നോക്കൂ. നിനക്ക് നിന്നെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തുറന്നു പറഞ്ഞേക്കരുതായിരുന്നോ? കുറ്റപ്പെടുത്തും വിധം തോമസ് വിൽഫ്രഡിനെ ഒന്ന് നോക്കി. അത് പാടെ അവഗണിച്ചുകൊണ്ട് വിൽഫ്രഡ് എല്ലാവരോടുമായി പറഞ്ഞു. ഇവൻ്റെ പേര് സാംകുട്ടി. എൻ്റെ സുഹൃത്ത് മാത്രമല്ല, ബന്ധു കൂടിയാണ് എന്ന് പറയാം. ഇപ്പോൾ തൃക്കുന്നപ്പുഴയിലാണ് താമസം. അതങ്ങ് പറഞ്ഞു കഴിവേറ്റി കൂടായിരുന്നോ? ചട്ടുകാലൻ കൊച്ചുട്ടിക്ക് അമർഷം തീരുന്നില്ല. ഇവൻ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ, അതുകൊണ്ട് പറ്റിയതാ. ഏതായാലും ഇവന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. അതോടെ ആളുകൾക്ക് തൃപ്തിയായി. അവർ പിറുപ്പിറുപ്പോടെ പിരിഞ്ഞു തുടങ്ങി. ആൽബർട്ട് ബൈക്കിൻ്റെ താക്കോൽ മടക്കി കൊടുത്തിട്ട് വിൽഫ്രഡിൻ്റെ തോളിൽ നിന്ന് തട്ടി. പിന്നെ തോമസിനെ തറപ്പിച്ചൊന്ന് നോക്കിയ ശേഷം തിരിഞ്ഞു നടന്നു. വാ. തോമസിനെയും വിളിച്ചുകൊണ്ട് വിൽഫ്രഡ് ആളൊഴിഞ്ഞ ഭാഗത്തുകൂടി നടന്നു. അടുത്തെങ്ങും ആരുമില്ലെന്ന് തീർച്ചയാക്കിയിട്ട് തിരക്കി. എന്തിനാ ഇങ്ങോട്ട് വന്നത്? വാക്കുകളിൽ നീരസം നിറഞ്ഞിരുന്നു. പിന്നല്ലാതെ, നീ ഒന്ന് വിളിക്കുന്നുമില്ല, കാര്യങ്ങൾ എത്രത്തോളമായെന്ന് അറിയിക്കുന്നുമില്ല. അതുമാത്രമോ, ഒരാവശ്യവുമില്ലാതെ 3-4 പേരെ കൊന്നിട്ട് കടൽക്കരയാകെ സംശയം ജനിപ്പിക്കുകയും ചെയ്തു. അതല്ലേ പരിചയമില്ലാത്ത ആർക്കും ഇവിടേക്ക് വരാൻ പോലും കഴിയാത്തത്. ആവശ്യമില്ലാതെ ഒരു പുല്ലനും എന്നെ കുറ്റപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല. വിൽഫ്രഡിൻ്റെ മുന്നറിയിപ്പ്. വന്ന കാര്യം എന്താണെന്ന് വിളമ്പിയിട്ട് പോയട്ടെ. നീ ഇന്ന് തന്നെ അങ്ങോട്ട് വരണമെന്ന് ഫ്രെഡി അങ്കിൾ പറഞ്ഞു.
പറഞ്ഞാൽ ഉടനെ വരാൻ ഞാൻ ആ കിഴവൻ്റെ വേലക്കാരനൊന്നുമല്ലല്ലോ. നോക്കട്ടെ, പറ്റിയാൽ വരാം. അതല്ല, നിന്നെ എൻ്റെ കൂടെ തന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നടക്കുന്ന കാര്യമല്ല. താൻ പോയാട്ടെ. നോക്ക് വിൽഫ്രഡ്, അങ്കിൾ വളരെ ചൂടില്ല. ആണോ? ആ, എങ്കിൽ ഒരു വലിയ ഐസ് കട്ട എടുത്ത് കിഴവൻ്റെ ഉച്ചയിലേക്ക് വെച്ചു കൊടുക്ക്. ഒന്ന് തണുക്കട്ടെ. വിൽഫ്രഡ്, ഇത് തമാശ പറയാനുള്ള സമയമല്ല. കാര്യങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആണോ? എങ്കിലത് എന്നെ ബാധിക്കുകയേയില്ല. താൻ ചെന്ന് പറഞ്ഞേര്. അപ്പോൾ നീ പറ്റിയാൽ ഇന്ന് വരും, അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ, സമയം പോലെ. എന്നാലും ഒരെന്നാലുമില്ല. താൻ പോയിക്കോ. അവിടെ വെച്ച് അങ്ങനെ പരുഷമായി സംസാരിച്ചെങ്കിലും തിരികെ ബൈക്കിനടുത്തേക്ക് നടന്നപ്പോൾ മറ്റുള്ളവരെ കാണിക്കാനായി ചിരിച്ചുകൊണ്ടാണ് വിൽഫ്രഡ് തോമസിനെ യാത്രയാക്കിയത്. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ. ഞാൻ സമയം പോലെ എത്തിയേക്കാം. തോമസ് തല കുലുക്കി. പിന്നെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മടങ്ങിപ്പോയി. ഏതോ അത്യാവശ്യ കാര്യത്തിനാണ് കൂട്ടുകാരെ വന്നതെന്ന് തോന്നല്ലോ. സുഫൈജ സീ ഫുഡ്സിൽ നിന്ന് ആൽബർട്ട് ഇറങ്ങി വന്നു. ഉള്ളിൽ കോപത്തിൻ്റെ ലാവ തിളച്ചു മറിയുകയായിരുന്നെങ്കിലും വിൽഫ്രഡ് ചിരിക്കാൻ ശ്രമിച്ചു. അതെ, ഞാൻ കുറച്ച് പണം സാങ്കുട്ടിക്ക് കൊടുക്കാനുണ്ട്. അടുത്ത മാസം അവൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. ആ പണത്തെക്കുറിച്ച് സംസാരിക്കാനാണ് അവൻ വന്നത്. ഛേ, അപ്പോൾ അവനോട് അങ്ങനെയൊക്കെ പെരുമാറിയത് മോശമായിപ്പോയി അല്ലേ? ആൽബർട്ടിൻ്റെ ശബ്ദത്തിൽ കുറ്റബോധത്തിൻ്റെ നിഴലാട്ടം. അത് സാരമില്ല. ആരാണെന്ന് അവനങ്ങ് തുറന്നു പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. മാത്രമല്ല, നമ്മുടെ ആളുകളെ കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിയുന്നുമില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏത് നാട്ടുകാരായാലും ഇങ്ങനെയൊക്കെ തന്നെയേ പ്രതികരിക്കൂ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അച്ചായന് വിഷമം തോന്നേണ്ട കാര്യമേ ഇല്ല. ഛേ, എന്നാലും വേണ്ടായിരുന്നു. ആൽബർട്ട് കൈക്കുടഞ്ഞു. ഞാൻ പണം കൊണ്ടു കൊടുക്കാനുള്ള കാര്യം തുറന്നു പറയേണ്ടി വന്നാലോ എന്ന് കരുതിയാണ് അവൻ കൂടുതലൊന്നും പറയാതിരുന്നതെന്ന് എന്നോട് പറഞ്ഞു. വിൽഫ്രഡ് കൂട്ടിച്ചേർത്തു. ആൽബർട്ടിനെ കൂടുതൽ വിശ്വസിപ്പിക്കുക എന്നതായിരുന്നു അങ്ങനെ സംസാരിച്ചതിന് പിന്നിലെ ഉദ്ദേശ്യം. അക്കാര്യത്തിൽ അയാൾ വിജയിക്കുകയും ചെയ്തു. ഇനി സാങ്കുട്ടിയെ കാണുമ്പോൾ ഞാൻ സംസാരിച്ച് അവൻ്റെ മനസ്സിലെ പ്രയാസം നീക്കിയേക്കാം. എന്താ ജെയിംസേ? ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചായ. അങ്ങനെ പറഞ്ഞെങ്കിലും മനസ്സിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. അതിനെ നീ ജീവിച്ചിരുന്നെങ്കിലല്ലേടാ പട്ടി. ഈ വിവരം പറയുമ്പോൾ അങ്കിൾ ഫ്രെഡിയുടെ വായിലിരിക്കുന്ന ചീത്ത കൂടി താൻ കേൾക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് ബൈക്ക് ഓടിക്കുകയായിരുന്നു അപ്പോൾ തോമസ്. അവർ അച്ഛൻ്റെ ചായക്കടയും പിന്നിട്ട് ബൈക്ക് മുന്നോട്ട് നീങ്ങി. പെട്ടെന്നാണ് മദൻ റോഡിലേക്ക് നീങ്ങി നിന്ന് ബൈക്കിന് കൈ കാണിച്ചത്. തോമസിൻ്റെ നെറ്റി ചുളിഞ്ഞു. കുറച്ചു മുമ്പ് ചായക്കടയിൽ വെച്ച് ഇയാളെ കണ്ട കാര്യം തോമസ് ഓർമ്മിച്ചു. എന്തോ പന്തികേട് പോലെ. ആ നേരത്ത് കാര്യമായി ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ രൂപവും ഭാവവും മദനുണ്ടെന്ന് ഇപ്പോൾ തോമസിന് തോന്നി. അയാൾ ബൈക്കിൻ്റെ വേഗത അല്പം കുറച്ചു. നിർത്തണോ? ഇയാൾ പോലീസുകാരനാണെങ്കിൽ താൻ ബൈക്ക് നിർത്താതെ പോയാൽ അത് കൂടുതൽ സംശയത്തിന് ഇടവരുത്തും. താൻ ജെയിംസിനെ കുറിച്ച് ചായക്കടയിൽ അന്വേഷിക്കുന്നത് ഇയാൾ കേട്ടതുമാണ്. ആ നിലയ്ക്ക് അയാളെക്കുറിച്ച് ഒരന്വേഷണം വല്ലതും നടന്നാൽ, ഒന്നാമത് വിൽഫ്രഡ് എന്നൊരു കൊലയാളി തുറയിലുണ്ടെന്ന് പോലീസിനറിയാം. ജെയിംസാണ് വിൽഫ്രഡ് എന്ന് തിരിച്ചറിഞ്ഞാൽ, ബൈക്ക് അപ്പോഴേക്കും ക്രൈംബ്രാഞ്ച് ഹെഡ് കോൺസ്റ്റബിൾ മദൻ്റെ അരികിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അയാൾ കൈ നീട്ടി പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അറിയാതെ തോമസ് ബ്രേക്ക് ഇട്ടു. ബൈക്ക് നിന്നു. പട്ടണത്തിലേക്കല്ലേ? അതെ. തോമസ് ബാക്കി പറയുന്നതിന് മുമ്പ് മദൻ ബൈക്കിന് പിന്നിൽ കയറിയിരുന്ന് കഴിഞ്ഞിരുന്നു. വിട്ടോ, ഞാനും ടൗണിലേക്കാ. തൻ്റെ ബൈക്കിന് പിന്നിൽ കയറിയത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് തോമസിന് മനസ്സിലാക്കാൻ ആ ഒരൊറ്റ പ്രവൃത്തി മതിയായിരുന്നു. നടുക്കം ഉള്ളിലൊതുക്കി അയാൾ ബൈക്ക് മുന്നോട്ടെടുക്കുമ്പോൾ ചാട്ടുള്ളി കണക്കെ മദൻ്റെ ഒരു ചോദ്യം തോമസിൻ്റെ കാതുകളിലേക്ക് പുളഞ്ഞിറങ്ങി. നിങ്ങൾ വിൽഫ്രഡിനെ കണ്ടോ? താൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. തോമസ് നടുങ്ങി വിറച്ചു. തോമസ് പെട്ടെന്ന് ബൈക്ക് നിർത്തി. പിടിക്കപ്പെട്ടാൽ എല്ലാം അതോടെ തീരുമെന്ന് ഉറപ്പായതുകൊണ്ട് നിമിഷത്തിനകം മുഖഭാവം മാറ്റുകയും ചെയ്തു. അയാളുടെ ഓരോ ചലനവും ശ്രദ്ധിക്കുകയായിരുന്നു ക്രൈംബ്രാഞ്ച് ഹെഡ് കോൺസ്റ്റബിൾ മദൻ. എന്താ വണ്ടി നിർത്തിയത്? ഒന്നും അറിയാത്ത പോലെ മദൻ തിരക്കി. നിങ്ങളെന്താ ചോദിച്ചത്? ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനായി മാത്രം വണ്ടി നിർത്തേണ്ട കാര്യമുണ്ടായിരുന്നോ സുഹൃത്തെ? മദൻ ചിരിച്ചു. പക്ഷേ തോമസിൻ്റെ മുഖം ഗൗരവപൂർണ്ണമായിരുന്നു. ഏത് വിൽഫ്രഡിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത്? ഞാൻ വിൽഫ്രഡിനെ തിരക്കി പോവുകയാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അതിനിങ്ങനെ ചൂടാവുന്നത് എന്തിനാ? ഇല്ലാത്ത കാര്യം ചോദിച്ചാൽ പിന്നെ ചൂടാകാതിരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ലെങ്കിലും മാന്യനാണെന്ന് തോന്നിയത് കൊണ്ടാണ് കൈ കാണിച്ചപ്പോൾ ബൈക്ക് നിർത്തിയത്. പക്ഷേ ലിഫ്റ്റ് ചോദിക്കുക പോലും ചെയ്യാതെ നിങ്ങൾ പിറകിൽ കയറിയിരുന്നിട്ട് വണ്ടി വിട്ടോളാൻ കൽപ്പിച്ചു. എന്നിട്ടിപ്പോൾ അറിയാത്ത ഒരാളെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നു. ഇത് ശരിയാകത്തില്ല. നിങ്ങൾ ആളത്ര ശരിയല്ലെന്ന് എനിക്ക് ഉറപ്പായി. ഇറങ്ങണം. മദൻ അല്പം ഉച്ചത്തിൽ തന്നെ ചിരിച്ചുപോയി. സുഹൃത്തെ, നിങ്ങളുടെ അനുവാദം ചോദിക്കാതെ ബൈക്കിൽ കയറിയത് തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ വിൽഫ്രഡ് എന്ന പേരിൻ്റെ കാര്യം നിങ്ങൾ ആ ചായക്കടക്കാരനോട് അങ്ങനെ ചോദിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ തിരക്കിയത് വിൽഫ്രഡിനെയല്ല, ജെയിംസിനെയാണ്. ഒരിക്കൽ കൂടി മാപ്പ്. ജെയിംസ് എങ്കിൽ ജെയിംസ്. പക്ഷേ അകലെ എവിടെ നിന്നോ വന്ന നിങ്ങൾ ആ മനുഷ്യനെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ.
നിങ്ങൾക്ക് ഇതൊക്കെ തിരക്കിയിട്ട് കാര്യമെന്താ? ഒന്നുമില്ല, വെറും മനുഷ്യ സഹജമായ ജിജ്ഞാസ. പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വന്നിട്ട് അന്വേഷിച്ച ആളിനെ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കേണ്ട സാമാന്യ മര്യാദ, അത്രമാത്രം. ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരാൾ മനുഷ്യനാവുന്നത് എങ്ങനെയാ സുഹൃത്തേ? എനിക്ക് നിങ്ങളുടെ വേദാന്തമൊന്നും കേൾക്കാൻ ഒട്ടും താല്പര്യമില്ല, സമയവുമില്ല. എൻ്റെ ബൈക്കിൽ നിന്ന് നിങ്ങളൊന്ന് ഇറങ്ങി തന്നാൽ മതി. തോമസ് കൂടുതൽ അസ്വസ്ഥനായി. ഏതായാലും കയറിപ്പോയില്ലേ, പട്ടണം വരെ നിങ്ങൾ എന്നെ കൂടി കൊണ്ടുപോകണം. ഞാൻ പിന്നിലിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. വേണ്ട, എന്തു വന്നാലും ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. എനിക്ക് വഴിയിൽ ചിലരെ കാണാനുണ്ട്. ആയിക്കോട്ടെ, അതുവരെ എനിക്ക് വരാമല്ലോ. ഇത് വല്ലാത്ത ശല്യമാണല്ലോ. തോമസിന് ദേഷ്യം കൂടി. ഇറങ്ങണ്ട വണ്ടിയിൽ നിന്ന്. പറ്റില്ല, അതേ ഗൗരവത്തോടെ മദനൻ തിരിച്ചടിച്ചു. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഈ ബൈക്കിൽ തന്നെ പട്ടണത്തിലേക്ക് വരും. എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നെങ്കിൽ അങ്ങനെയാവട്ടെ. പിന്നെ എന്ത് ചെയ്യണമെന്ന ആശങ്കയായി തോമസിന്. പിന്നിലിരിക്കുന്ന ആൾ പോലീസാണെന്ന് അയാൾക്ക് ഉറപ്പായി കഴിഞ്ഞു. വിൽഫ്രഡ് എന്ന പേര് ഉച്ചരിക്കൂടി ചെയ്തതോടെ താൻ എത്തപ്പെട്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ചും ഏതാണ്ട് തീർച്ചയായിരിക്കുന്നു. ഇയാളെ ഒപ്പം കൊണ്ടുപോയാൽ ഒരുപക്ഷെ താൻ പിടിക്കപ്പെട്ടെന്ന് വരും. തോമസ് സെൽഫോൺ എടുത്ത് ബട്ടൺ അമർത്തിയിട്ട് പോക്കറ്റിൽ കീശയിൽ തിരികെ ഇട്ടു. അയാൾ അങ്ങനെ ചെയ്തതിന് ഒരു ഉദ്ദേശ്യമുണ്ടായിരുന്നു. അങ്കിൾ ഫ്രെഡി തങ്ങളുടെ സംസാരം കേൾക്കട്ടെ, എന്നിട്ട് എന്തു വേണമെന്ന് തീരുമാനിക്കട്ടെ. എന്താ ഫോൺ ചെയ്യാത്തത്? അയാൾ എന്താണ് ചെയ്തതെന്ന് മദൻ കണ്ടിരുന്നില്ല. ഇവിടെ റേഞ്ചില്ല, തോമസ് കള്ളം പറഞ്ഞു. വണ്ടി എടുക്ക്. നിങ്ങൾ ഇറങ്ങാതെ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറ്റണം. കൽപ്പിക്കാൻ നിങ്ങളാരാ? പോലീസ്. പ്രതീക്ഷിച്ചിരുന്ന മറുപടിയാണെങ്കിലും തോമസ് ഒന്ന് നടുങ്ങി. നോ, യു ആർ കംപ്ലീറ്റ്ലി അണ്ടർ മൈ കൺട്രോൾ. മദൻ ചിരിച്ചു. ഇനി തനിക്കൊരു മൂത്രം ഒഴിക്കണമെങ്കിൽ പോലും എൻ്റെ അനുവാദം വേണം. നടുക്കം മറച്ചു വെച്ച് തോമസ് തിരക്കി. എന്തിന്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? എത്ര മുഴുത്ത പോലീസാണ് താനെങ്കിലും കുറ്റക്കാരനില്ലാത്ത എന്നെ ശിക്ഷിക്കാൻ നിയമമൊന്നുമില്ലല്ലോ. വിൽഫ്രഡ് എന്ന പേര് കേട്ടപ്പോൾ നീ ഞെട്ടി, അത് തന്നെ കാരണം. മദൻ യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥനായി മാറുകയായിരുന്നു. ഇനിയിപ്പോൾ ആ പേര് കേട്ടില്ലെന്ന് പറഞ്ഞാൽ പോലും നിന്നെക്കൊണ്ട് ഞങ്ങളത് സമ്മതിപ്പിക്കും. നിനക്ക് വിൽഫ്രഡിനെ അറിയാമെന്ന്. ഞൊടിയിടയിൽ തോമസ് ബൈക്കിൽ നിന്ന് ചാടിയിറങ്ങി. മദൻ ഒരു നിമിഷം പതറിയെങ്കിലും പെട്ടെന്ന് മനസ്സാന്നിധ്യം വീണ്ടെടുത്ത് അയാൾക്ക് പിന്നാലെ പാഞ്ഞു. മര്യാദയ്ക്ക് നിൽക്കടവിടെ. തോമസിന് പിന്നാലെ കുതിക്കുന്നതിനിടയിൽ മദൻ അലറി. തോമസ് റോഡ് വിട്ട് താഴ്ഭാഗത്തെ പൂഴിമണലിലേക്ക് ചാടി. റോഡിന് സമാന്തരമായി തന്നെ ഓടാൻ തുടങ്ങി. ഇടയ്ക്കിടെ തെങ്ങുകളും മുൾച്ചെടികളും മാത്രമായിരുന്നു അവിടെ. പലപ്പോഴും അയാളുടെ കാലുകൾ പൂഴിമണ്ണിൽ പുതഞ്ഞു പോയി. മദൻ റോഡിലൂടെ തന്നെ ഓടി വന്ന് തോമസിന് പുറത്തേക്ക് പറന്നു വീണു. ഇരുവരും കെട്ടിപ്പിടിച്ച് പൂഴിമണലിൽ വീണുരുണ്ടു. മണൽത്തരികൾ ചിതറി. കാഴ്ചയ്ക്ക് മെലിഞ്ഞിട്ടാണെങ്കിലും മെയ്ക്കരുത്തിൽ തോമസ് തന്നെക്കാൾ ഒട്ടും പിന്നിലല്ലെന്ന് വളരെ വേഗം തന്നെ മദന് മനസ്സിലായി. എതിരാളിയിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണമെന്ന ചിന്ത മാത്രമേ തോമസിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ശത്രുവിന് ജീവനോട് തന്നെ വേണമെന്ന പിടിവാശിയിലായിരുന്നു മദൻ. എങ്കിലേ തൻ്റെ പ്രയത്നത്തിന് ഫലമുണ്ടാകൂ. 10 മിനിറ്റോളം അവർ തമ്മിൽ പൊരുതി. ആ വഴി കാൽനടക്കാരാരുമില്ലായിരുന്നു. വാഹനങ്ങളിൽ വന്നവർ തല പുറത്തേക്കിട്ട് വിചിത്രമായ എന്തോ കാഴ്ച കാണുന്ന മട്ടിൽ കടന്നുപോയി. പോരാട്ടത്തിൻ്റെ അവസാന മണലിലേക്ക് തോമസിനെ തള്ളി മറിച്ചിട്ട് മദനൻ അയാളുടെ നെഞ്ചിൽ കയറിയിരുന്നു. പിന്നീട് മുഖത്ത് ആഞ്ഞാഞ്ഞ് ഇടിക്കാൻ തുടങ്ങി. തോമസിൻ്റെ രൂപം ചതഞ്ഞു വീർത്തു. ചുണ്ടുകളും പുരികങ്ങളും പൊട്ടി ചോരയൊഴുകി. കഴിവരുടെ മോനെ. മദൻ വല്ലാതെ കിതച്ചുകൊണ്ട് അയാളുടെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുയർത്തി. പറയടാ, നീ വിൽഫ്രഡിനെ കാണാനല്ലേ പോയത്? തോമസ് മിണ്ടിയില്ല. ഒരു അടിക്കൂടി മുഖത്തേറ്റപ്പോൾ അയാൾ സമ്മതിച്ചു. അതെ, വിൽഫ്രഡ് തന്നെയല്ലടാ ജെയിംസ്. അയാൾ തലയാട്ടി. ഇപ്പോൾ എന്ത് ചോദിച്ചാലും അയാൾ സത്യം പറയുമെന്ന് നല്ല ഉറപ്പുണ്ടായിരുന്നു മദന്. പക്ഷേ സമയം പാഴാക്കാനില്ല. ഇയാളെ എത്രയും വേഗം കാർലോസ് സാറിൻ്റെ അരികെ എത്തിക്കണം. മദൻ എണീറ്റ് നിന്ന് അയാളെ വലിച്ചുപൊക്കി. എന്താണ് നിന്റെ പേര്? തോമസ്. നടക്ക്. മദൻ അയാളെ റോഡിലേക്ക് നിർത്തി. പെട്ടെന്ന് ഒരു ടാറ്റ സുമ ചീറി പാഞ്ഞു വന്ന് ബ്രേക്കിട്ടു. അതിൻ്റെ ഗ്ലാസിനടിയിലൂടെ ഒരു തോക്കിൻ കുഴൽ പുറത്തേക്ക് നീണ്ടു. വളരെ വേഗം തോമസ് അപകടം തിരിച്ചറിഞ്ഞു. ഞൊടിയിടയിൽ അയാൾ താഴേക്ക് കുനിഞ്ഞു. പക്ഷേ അതിനവസരം കിട്ടിയില്ല. അതിനു മുമ്പേ വെടിപൊട്ടി. ആ! ഹൃദയം പിളർന്ന ഒരലർച്ച. തോമസ് തിരിഞ്ഞു നോക്കിയപ്പോൾ മദൻ്റെ കഴുത്തിൽ നിന്ന് ചോര ചീറ്റിത്തെറിക്കുന്നതാണ് കണ്ടത്. സുമോയിലിരുന്ന് ആരോ തോമസിനെ കൈക്കാട്ടി വിളിച്ചു. അയാൾ ഓടിച്ചെന്നു. ഡോർ തുറക്കപ്പെട്ടു. അകത്തേക്ക് കയറുന്നതിന് മുമ്പ് തോമസിൻ്റെ കണ്ണുകൾ ഒരിക്കൽ കൂടി മദന് നേരെ നീണ്ടു ചെന്നു. കഴുത്തൊടിഞ്ഞ കൊക്കിനെ പോലെ അയാൾ തലക്കുത്തി വീഴുന്നതും കൈക്കാലുകൾ അടിച്ച് നിലത്ത് കിടന്ന് പിടയുന്നതും കണ്ടു. ഒരു സെക്കൻഡ് കൊണ്ട് ആ ദൃശ്യം കണ്ണിൽ നിന്ന് മറഞ്ഞു. തോമസിനെ ആരോ വാനിലേക്ക് വലിച്ചിടുകയും വണ്ടിയുടെ ഡോർ അടയുകയും അതേ നിമിഷം തന്നെ വാൻ മുന്നോട്ട് പായുകയും ചെയ്തിരുന്നു. അപ്പുറത്ത് മറിഞ്ഞു കിടന്നിരുന്ന ബൈക്കിനടുത്ത് സുമോ നിന്നു. ഒരാൾ വണ്ടിയിൽ നിന്ന് ചാടിയിറങ്ങി. രണ്ടാമത്തെ കിക്കിന് ബൈക്ക് സ്റ്റാർട്ടായി. സുമോ ഒരു ദിശയിലേക്കും ബൈക്ക് മറ്റൊരു ദിശയിലേക്കും പാഞ്ഞുപോയി. മിനിറ്റുകൾക്കുള്ളിൽ ആണ് ഇത്രയും നടന്നത്. പിന്നീട് 10 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ആളുകൾ അവിടേക്ക് ഓടിയെത്താൻ തുടങ്ങി.
വാനിനുള്ളിൽ ഇരിക്കുമ്പോഴും തോമസിന് കിതപ്പ് അടങ്ങിയിരുന്നില്ല. കഴിഞ്ഞ സംഭവങ്ങളെക്കുറിച്ച് അപ്പോഴും ഒരു നടുക്കത്തോടെ മാത്രമേ അയാൾക്ക് ഓർമ്മിക്കാൻ കഴിഞ്ഞുള്ളൂ. വാനിനുള്ളിൽ അയാളെ കൂടാതെ ഡ്രൈവറും മറ്റൊരാളും മാത്രമേ അപ്പോഴുണ്ടായിരുന്നുള്ളൂ. ആരും പരസ്പരം ഉരിയാടിയില്ല. അങ്കിൾ ഫ്രെഡിക്ക് മൊബൈലിലൂടെ വിവരം നൽകിയതാണ് താൻ രക്ഷപ്പെടാൻ കാര്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തോമസ് പോക്കറ്റിൽ തപ്പി നോക്കി. മൈ ഗോഡ്, അയാളൊന്നുകൂടി ഞെട്ടി. സെൽഫോൺ നഷ്ടപ്പെട്ടിരിക്കുന്നു. മദൻ മരിച്ച വാർത്ത ഒരു തീയുണ്ട കാതിൽ തുളച്ച് ഇറങ്ങിയതുപോലെയാണ് ക്രൈംബ്രാഞ്ച് SP കാർലോസ് ശ്രവിച്ചത്. നോ, അലറി വിളിച്ചുകൊണ്ട് അയാൾ ജീപ്പിന് നേരെ ഓടി. കാർലോസ് അതിലേക്ക് പറന്നു വീഴുകയായിരുന്നു. വല്ലാതൊരു മുരൾച്ചയോടെ ജീപ്പ് കടലോരം ലക്ഷ്യമാക്കി പാഞ്ഞു. തെങ്ങിൻ തോപ്പിൽ ആളുകൾ കൂടി നിൽക്കുന്നത് കണ്ട് അയാൾ ജീപ്പ് നിർത്തി ചാടിയിറങ്ങി. തിരിഞ്ഞു നോക്കിയ ആളുകൾ കാർലോസിനെ തിരിച്ചറിഞ്ഞ് വഴിമാറിക്കൊടുത്തു. മുന്നോട്ട് നടക്കാൻ അയാൾക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. കാലുകൾക്ക് പൊടുന്നനെ ഭാരം വച്ചതുപോലെ. മുന്നിലെ കാഴ്ച കണ്ടപ്പോൾ അല്പനേരത്തേക്ക് പ്രാണം പോയ അനുഭവമായിരുന്നു കാർലോസിന്. മണൽത്തരികളിൽ ചിതറിക്കിടക്കുന്ന ചോരത്തുള്ളികൾ, അതിനടുത്ത് അനാഥമായി കമിഴ്ന്നു കിടക്കുന്ന മദൻ്റെ ജഡം. കാർലോസ് തൊപ്പിയൂരി. കണ്ണുകൾ നിറയാതിരിക്കാൻ അയാൾക്ക് വളരെ പ്രയാസപ്പെടേണ്ടി വന്നു. താൻ സ്വന്തം അനുജനെ പോലെ കരുതിയിരുന്ന മദൻ. വീഴ്ച പോകുന്ന കാലുകളോടെ മൃതദേഹത്തിനരികിലേക്ക് നടന്ന കാർലോസിൻ്റെ കണ്ണുകൾ മണ്ണിൽ ഒട്ടുമുക്കാലും പുതഞ്ഞു കിടന്നിരുന്ന എന്തിലോ തറഞ്ഞു. കാർലോസ് അത് കുനിഞ്ഞെടുത്തു. അപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സെൽഫോൺ. അങ്കിൾ ഫ്രെഡിയുടെ മുന്നിലേക്ക് കടന്നു ചെന്നപ്പോൾ തോമസിൻ്റെ കാലുകൾക്ക് വിറയൽ അനുഭവപ്പെട്ടു. ഫ്രെഡിയുടെ മട്ടാഞ്ചേരിയിലെ സമർത്ഥരായ കുട്ടികളായിരുന്നു തോമസിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. രണ്ടാം നിലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ തറയിൽ ആഞ്ഞാമരുന്ന കാലടി ശബ്ദങ്ങൾ കേട്ടു. അകന്നു പോവുകയും അടുത്തു വരികയും ചെയ്യുന്ന കാലടി ഒച്ചകൾ. ഫ്രെഡി അസ്വസ്ഥനായി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണെന്ന് അയാൾക്ക് ഉറപ്പായി. തന്നെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരണം ഓർത്തപ്പോൾ തന്നെ ഒരു ഉൾക്കിടല. വാതിൽക്കൽ ചെന്നുനിന്ന് തോമസ് മുരടനക്കി. നീളമുള്ള ഹാളിൻ്റെ അങ്ങേ തലയ്ക്കിലായിരുന്നു. ഫ്രെഡി തിരിഞ്ഞു നോക്കി. തോമസ് ആണെന്ന് കണ്ട് അകത്തേക്ക് ചെല്ലുവാൻ ആംഗ്യം കാണിച്ചു. അപ്പോഴാണ് അങ്കിൾ മൊബൈൽ ഫോൺ കാതോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് കാണുന്നത്. അങ്കിൾ, ഞാൻ തോമസ് എന്തോ പറയാൻ ഭാവിച്ചപ്പോൾ വേണ്ടെന്ന അർത്ഥത്തിൽ ഫ്രെഡി കൈകൾ ഉയർത്തി. ഫോണിലൂടെ കേൾക്കുന്ന ഓരോ വാക്കും സശ്രദ്ധം പഠിക്കുകയാണ് ഫ്രെഡി എന്ന് അയാൾക്ക് ബോധ്യമായി. അങ്ങോട്ട് ഒരക്ഷരം മിണ്ടുന്നില്ല, ഇങ്ങോട്ട് പറയുന്നത് മാത്രം ശ്രദ്ധിക്കുന്നു. ആരായിരിക്കും അപ്പുറത്ത്? തോമസ് ചിന്തിച്ചു. ആ സെൽഫോൺ മദൻ്റെ കൊലയാളിയുടെയോ അയാളുടെ സംഘത്തിൽപ്പെട്ടവൻ്റെയോ ആയിരിക്കണം എന്ന കാര്യത്തിൽ കാർലോസിന് സംശയമുണ്ടായിരുന്നില്ല. ഹലോ, ഫോൺ കാതോട് ചേർത്ത് അയാൾ ശബ്ദിച്ചു. പെട്ടെന്ന് ഫോൺ ഡിസ്കണക്റ്റായി. കാർലോസ് വല്ലാതെയൊന്ന് ഞെട്ടി. ഇവിടെ നടന്ന കാര്യങ്ങളെയും ഇത്രയും നേരം ശത്രു കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആരായിരിക്കും അയാൾ? വിൽഫ്രഡ് തന്നെയായിരിക്കുമോ? കാർലോസ് റീപ്ലേ ബട്ടണിൽ വിരലമർത്തി. അതിൽ തെളിഞ്ഞ നമ്പറിലേക്ക് നോക്കി. ഒട്ടും പരിചയമില്ലാത്ത നമ്പർ. ഫോൺ കാതോട് ചേർത്തു. അപ്പുറത്ത് ബെല്ലടിക്കുന്നുണ്ട്. കാർലോസിൻ്റെ നെഞ്ചിരിപ്പ് മുറുകി. തൻ്റെ കയ്യിലിരുന്നോ ശബ്ദിക്കുന്ന സെൽഫോണിലേക്ക് നോക്കിക്കൊണ്ട് അങ്കിൾ ഫ്രെഡി പുഞ്ചിരിച്ചു. സംശയത്തോടെ അയാളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു തോമസ്. അങ്കിൾ എന്താണ് ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്? അപ്പോൾ ഫ്രെഡി അയാളുടെ നേരെ തിരിഞ്ഞു. തോമസിലോ, ഇവിടെ വരൂ. ശങ്കയോടെ അയാൾ അടുത്തേക്ക് ചെന്നു. ഇതിൻ്റെ ഡിസ്പ്ലേ സ്ക്രീനിൽ തെളിയുന്ന നമ്പർ നീയൊന്ന് നോക്കിക്കേ. ഫ്രെഡിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി നോക്കിയ തോമസ് സ്തബ്ധനായി. തൻ്റെ സെൽഫോണിൻ്റെ നമ്പർ. നിൻ്റെ ഫോൺ എവിടെ? കുറ്റപ്പെടുത്തുന്നത് പോലെയുള്ള ചോദ്യം. അങ്കിൾ, ആ പോലീസുകാരനുമായുണ്ടായ ഏറ്റുമുട്ടലിനിടയിൽ. വേണ്ട, ബാക്കി പറയണ്ട. അയാൾ കൈ ഉയർത്തി. ഇപ്പോൾ നിൻ്റെ ഫോൺ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്നറിയാമോ? ക്രൈംബ്രാഞ്ച് SP കാർലോസിൻ്റെ കയ്യിൽ. മൈ ഗോഡ്, തലയിലൊരു ഉൽക്ക പതിച്ചതുപോലെ തോമസ് ഞെട്ടിപ്പിടഞ്ഞു. പേടിയോടെ അയാൾ ആ ഫോണിൽ തൻ്റെ നമ്പർ തെളിയുന്നത് നോക്കി നിന്നു. ഫോൺ ബെല്ലടിച്ചു നിന്നു. അതങ്ങ് ഓഫ് ചെയ്ത് വച്ചേര്. കാർലോസ് ഇനിയും വിളിച്ചേക്കും. തോമസ് അങ്ങനെ ചെയ്തു. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, സിം കാർഡ് എടുത്ത് കളഞ്ഞേക്ക്. ഈ നിമിഷം മുതൽ ഈ ഫോണിന് പുതിയ സിം കാർഡ്, പുതിയ നമ്പർ. പക്ഷേ കാർലോസിൻ്റെ കയ്യിലിരിക്കുന്നത് എൻ്റെ പേരിൽ തന്നെയുള്ള ഫോണാണല്ലോ എങ്കിൽ. അയാൾക്ക് വേവലാതി മാറുന്നില്ല. സാരമില്ല, ആ ഫോൺ ലോക്കാക്കാനുള്ള നമ്പർ അറിയില്ലേ? അത് ചെയ്തേര് എത്രയും വേഗം. ശരിയെങ്കിൽ. തൻ്റെ കയ്യിലിരുന്ന ഫോണിലേക്ക് കാർലോസ് ദേഷ്യത്തോടെ ഒരിക്കൽ കൂടി നോക്കി. റീഡയൽ ചെയ്തപ്പോൾ ആദ്യം ബെല്ലടിച്ചു നിന്നു. പിന്നീട് ഫോൺ ഔട്ട് ഓഫ് റേഞ്ചോ പ്രവർത്തനരഹിതമോ ആണെന്ന് വോയിസ് മെസ്സേജ് പറയുന്നു. അതിന് ഒരർത്ഥമേ ഉള്ളൂ. ഫോൺ പോലീസിൻ്റെ പക്കലാണെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാർലോസ് ഒരിക്കൽ കൂടി നമ്പർ റീഡയൽ ചെയ്തു നോക്കി. ഇത്തവണ അയാൾ ശരിക്കും അമ്പരുന്നു. ഫോൺ ലോക്കായിരിക്കുന്നു. ഒരു തവണ കൂടി സംശയം തീർത്തു. ശത്രുവിൻ്റെ അടുത്ത നീക്കമായി തന്നെ അയാൾ അത് കാണുകയും ചെയ്തു. അപ്പോഴേക്കും ലോക്കൽ പോലീസിലെ ASI കാർത്തികേയനും പോലീസുകാരെ എത്തിച്ചേർന്നു. അവൻ ആളുകളെ അകലേക്ക് മാറ്റി നിർത്തി. പിന്നീട് മൃതദേഹത്തിനരികിൽ വന്ന് പരിശോധന തുടങ്ങി. ഫോട്ടോഗ്രാഫർമാരും TV പ്രതിനിധികളും എത്തി. വിൽഫ്രഡിൻ്റെ ഫോട്ടോകൾ ശേഖരിക്കാൻ പോയ SI ലത്തീഫ് FIR തയ്യാറാക്കിക്കൊണ്ടിരുന്ന നേരത്താണ് എത്തിയത്.
തൻ്റെ സഹപ്രവർത്തകൻ്റെ മൃതദേഹം കണ്ടപ്പോൾ ലത്തീഫ് തേങ്ങിപ്പോയി. കാർലോസ് വന്ന് അയാളുടെ തോളിൽ കൈവച്ചു. ലത്തീഫ്, കൊലയാളിയുടെ വായിലേക്കാണല്ലോ രാവിലെ ഞാൻ ഇയാളെ പറഞ്ഞു വിട്ടത്. ഇല്ല സാർ. ലത്തീഫിൻ്റെ മുഖം മുറുകി. സാർ അരുതെന്ന് പറയരുത്. കൊലയാളി ആരായാലും അവനെ കസ്റ്റഡിയിലെടുക്കുന്നത് ജീവനോടെയായിരിക്കില്ല, പകരം ശവമായിട്ട്. ലത്തീഫ്, സോറി സാർ. ലോക്കൽ പോലീസ് CI ശിവരാജനും രംഗത്തെത്തി. മരിച്ചത് ഹെഡ് കോൺസ്റ്റബിൾ റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. പട്ടാപ്പകൽ നടന്ന കൊലപാതകം. തങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടാണ് സർക്കാർ ക്രൈംബ്രാഞ്ച് പോലീസ് കേസ് കൈമാറിയതെന്നാണ് വാദം. അതിൽ ശിവരാജന് അല്പം അമർഷമുണ്ടായിരുന്നു താനും. പക്ഷേ ഇപ്പോൾ ഒരു ഓഫീസർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതിനെ അത്ര ലാഘവത്തോടെ കാണാൻ ശിവരാജന് കഴിഞ്ഞില്ല. കാർലോസിന് മുന്നിലെത്തി അയാൾ സല്യൂട്ട് ചെയ്തു. സാർ, എന്ത് സഹായമാണ് വേണ്ടതെങ്കിലും ഞാൻ ഒരുക്കമാണ്. എൻ്റെ പ്രാണൻ വേണമെങ്കിൽ അതും. എന്തും അങ്ങേക്ക് ചോദിക്കാം. കാർലോസ് നെറ്റിച്ചൊളിച്ചു. ആദ്യം കാണുന്ന മട്ടിൽ ശിവരാജനെ തുറച്ചു നോക്കി. മറ്റു പോലീസുകാർ അപ്പോൾ മദൻ്റെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റുകയായിരുന്നു. ലത്തീഫും അതിനൊപ്പം കയറി. സംഭവം നടന്നത് തുറയിൽ നിന്ന് അധികം അകലെയല്ല. അതുകൊണ്ട് തുറയിലെ നല്ലൊരു ഭാഗം ആളുകളും അവിടെ എത്തിയിരുന്നു. ആൽബർട്ടും ഇക്ബാൽ മുതലാളിയുമൊക്കെ ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. മൃതദേഹം അടുത്ത് കണ്ടപ്പോഴാണ് രാവിലെ തൻ്റെ കടയിൽ വന്ന് സുരേന്ദ്രൻ എന്നൊരാളെ തിരക്കിയത് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെന്ന് അവർ അച്ഛൻ തിരിച്ചറിഞ്ഞത്. എന്തായാലും തൽക്കാലം അക്കാര്യം ആരോടും പറയേണ്ടെന്ന് തന്നെ അവർ അച്ഛൻ തീരുമാനിച്ചു. പറഞ്ഞാൽ പോലീസുകാർ തന്നെ എടുത്തിട്ട് കുടഞ്ഞു നിരിക്കും. ഈ പ്രായത്തിൽ പോലീസ് സ്റ്റേഷനിലും കോടതിയിലൊന്നും കയറാനുള്ള ആരോഗ്യം തനിക്കില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. പോലീസ് വാഹനങ്ങളാകുന്നു. എന്നിട്ടും എന്തോ ഓർമ്മത്തെറ്റ് പറ്റിയവനെ പോലെ ആൽബർട്ട് അവിടെ തന്നെ ശങ്കിച്ചു നിന്നു. ആ നേരത്ത് അങ്കിൾ ഫ്രെഡി തോമസിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. തോമസെ, ഇത്തരമൊരു ബുദ്ധിമോശം മറ്റാരെങ്കിലും ആയിരുന്നു കാണിച്ചതെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന ശിക്ഷ എന്താകുമായിരുന്നെന്ന് നിനക്കറിയാമോ? അറിയാം. അടിമുടി വിറച്ചുകൊണ്ടാണ് തോമസ് പറഞ്ഞത്. അങ്കിൾ മാപ്പാക്കണം. ഇത്തവണത്തേക്ക് മാത്രം. ഇനി എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെയൊരു തെറ്റ് സംഭവിക്കില്ല, ഉറപ്പ്. തടിച്ച കണ്ണടയ്ക്കിടയിലൂടെ അയാളെ അടിമുടി നോക്കിയിട്ട് അമർത്തിയ മോഡലോടെ ഫ്രെഡി കസേരയിലിരുന്നു. ഒരു പോലീസുകാരനെ ബൈക്കിന് പിന്നിൽ കയറ്റാൻ മാത്രം ബുദ്ധിമോശം നീയല്ലാതെ മറ്റാരെങ്കിലും കാണിക്കുമോടാ? അയാൾ പോലീസുകാരനാണെന്ന് എനിക്ക് യാതൊരു സംശയവും തോന്നിയില്ലെങ്കിൽ സത്യം. തോന്നണമെടാ, തോന്നണം. അതാണ് നമ്മളെപ്പോലുള്ളവർക്ക് അത്യാവശ്യം വേണ്ടുന്ന കഴിവ്, അറിയാമോ? ഫ്രെഡി ഒരു ചുരുട്ടിന് തീ പിടിപ്പിച്ചു. നമുക്കൊക്കെ ഒരു ആറാം ഇന്ദ്രിയം കൂടി ഉണ്ടാവണം, എങ്കിലേ നിലനിൽപ്പുള്ളൂ. സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് സ്വന്തം തലച്ചോർ മുന്നറിയിപ്പ് തരണം. അങ്ങനെയുള്ളവനെ ബുദ്ധി കൊണ്ടുള്ള ഈ ചൂതുകളിയിൽ നിലനിൽക്കാനാവൂ. തോമസ് ഒന്നും മിണ്ടാതെ കേട്ടു നിൽക്കുകയാണ്. വല്ലതും ഇങ്ങോട്ട് പറഞ്ഞു പോയാൽ അത് അവിവേകമായി പോകും. അങ്കിൾ ഫ്രെഡി എന്ന കടൽക്കിഴവൻ്റെ കോപാഗ്നി ആളിക്കത്തിക്കാനേ അത് ഉപകരിക്കൂ. ചുരുട്ടിൽ നിന്ന് 4-5 കവിൾ പുകയെടുത്തുകൊണ്ട് ഫ്രെഡി തിരക്കി. അതിരിക്കട്ടെ, അവനെ കണ്ടോ? വിൽഫ്രഡിനെ കണ്ടു. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ മുതലുണ്ടായ സംഭവങ്ങളും ഒടുവിൽ വിൽഫ്രഡ് പറഞ്ഞ മറുപടിയും എല്ലാം വളരെ വിശദമായി തന്നെ അയാൾ പറഞ്ഞു കേൾപ്പിച്ചു. കാണെ ഫ്രെഡിയുടെ മുഖം ചുവന്നു തുളുത്തു. അത് ശരി. അപ്പോൾ അപരിചിതരായ ആരും ആ തുറയിലേക്ക് ചെല്ലാൻ പാടില്ല. കൊള്ളാമല്ലോ തീരുമാനം. എങ്കിൽ നിനക്ക് കാണണോ തോമസേ? ഞാൻ ആ തുറയിൽ ചെല്ലും. ഞാൻ ആരാണെന്ന് ഏത് പട്ടി ചോദിച്ചാലും അവൻ്റെ നാക്കു ഞാൻ പിഴുതെടുക്കും. പക്ഷേ റോസമ്മ അങ്കിളിനെ കാണാനിടയായാൽ? തോമസ് ഒളിക്കണിട്ട് അയാളെ നോക്കി. പെട്ടെന്ന് ആ മുഖം വിളറുന്നത് അയാൾ കണ്ടു. റോസമ്മ? ഇനിയിപ്പോൾ അവൾക്ക് എന്നെ മനസ്സിലാകുമോ? സംശയത്തോടെയുള്ള ചോദ്യം. അത് ഒരു ആത്മകഥം പോലെയും തോന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ തോമസ് മറുപടി പറഞ്ഞില്ല. പക്ഷേ വിൽഫ്രഡിൻ്റെ മറുപടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അങ്കിൾ ക്രുദ്ധനായി. ആഹാ, ആ പട്ടി അങ്ങനെ പറഞ്ഞോ? ഞാൻ ജോലിക്ക് നിർത്തിയിരിക്കുന്ന വെറും കൂലിക്കാരൻ. ഞാൻ ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യേണ്ടവൻ, വേണ്ടെന്ന് പറഞ്ഞാൽ അനുസരിക്കേണ്ടവന്, വിളിച്ചാൽ വെളിപ്പുറത്തെത്തേണ്ടവൻ. പറ്റിയാൽ ഇന്ന്, അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ സൗകര്യം പോലെ വരാമെന്നാണ് അയാൾ പറഞ്ഞത്. അവന് ഇങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. അവസാനമായി അവനെ കാണാനും പരലോകത്തേക്ക് യാത്രയാക്കാനും. എനിക്കിനി അവൻ്റെ സേവനം വേണ്ട. പെട്ടെന്ന് അങ്ങനെയങ്ങ് തീരുമാനിച്ചാലോ അങ്കിൾ? പൊടുന്നനെ വാതിൽക്ക് നിന്നൊരു ശബ്ദം. അവരിരുവരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവിടെ വാതിൻ്റെ ഇരുപടികളിലും കൈകളൂന്നി അയാൾ നിൽക്കുന്നു. വിൽഫ്രഡ്. അപ്രതീക്ഷിതമായ ആ നിമിഷത്തിൽ വിൽഫ്രഡിനെ മുന്നിൽ കണ്ടപ്പോൾ തോമസ് ശരിക്കും ഒന്ന് വിളറുക തന്നെ ചെയ്തു. താൻ അങ്കിളിനോട് പറഞ്ഞത്രയും അയാൾ കേട്ടുവെന്ന് ഉറപ്പാണ്. മേലും കീഴും നോക്കാത്തവനാണ് വിൽഫ്രഡ്. തന്നെ ഒറ്റയ്ക്ക് കിട്ടിയാൽ വിൽഫ്രഡ് എന്തെങ്കിലും ചെയ്യാൻ പോലും മടിച്ചെന്നു വരില്ല. അയാളുടെ ചുണ്ടുകളിൽ പരിഹാസത്തിൻ്റെ ഒരു ചിരി തങ്ങി നിൽപ്പുന്നുണ്ടായിരുന്നെങ്കിലും ഉള്ളിലെ വന്യമൃഗത്തിൻ്റെ ചുരമാന്തൽ ആ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു.
പക്ഷേ തങ്ങൾ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ടാണ് അയാൾ വന്നിരിക്കുന്നതെന്ന അറിവ് അങ്കിൾ ഫ്രെഡിയിൽ ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല. മാത്രമല്ല, അയാളുടെ കോപം വർദ്ധിപ്പിക്കാനേ അത് കാരണമായുള്ളതാനും. ഓ, ഇങ്ങോട്ട് എഴുന്നള്ളിയോ? ആലവട്ടവും വെൺചാമരയുമായി ഞാനങ്ങ് തുറയിലേക്ക് വരാൻ ഒരുങ്ങുകയായിരുന്നല്ലോ, അങ്കിൾ പരിഹസിച്ചു. പക്ഷേ വിൽഫ്രഡിൻ്റെ ചുണ്ടിലെ ചിരി മാഞ്ഞില്ല. ഇത്രയും പ്രായമുള്ള അങ്കിളിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാ ഞാനിങ്ങ് പോന്നത്, അയാൾ ഭാവഭേദമൊന്നും കൂടാതെ തുടർന്നു. പിന്നെ നേരത്തെ പറഞ്ഞ അലങ്കാരങ്ങളെക്കാൾ എനിക്കിഷ്ടം റീത്ത. മലർന്നു കിടക്കുമ്പോൾ നല്ല മണമുള്ള റീത്ത് നെഞ്ചത്ത് വച്ചുകൊണ്ടിരിക്കുന്നത് സുഖമുള്ള കാര്യമാണല്ലോ. നീ എന്താടാ എന്നെ വെറുമൊരു വിഡ്ഢിയാക്കുകയാണോ? അങ്കിൾ കൈ ചൂണ്ടി. ഏത് കോത്താഴത്തെ പ്രൊഫഷണൽ കില്ലറാടാ നീ? ആവശ്യമില്ലാത്തവരെ കൈപ്പിഴ വരുത്തി കൊല്ലുന്നവനല്ലേടാ നല്ല കില്ലർ. പറയുന്ന ജോലി ചങ്കൂറ്റത്തോടെ പറയുന്ന സമയത്ത് ചെയ്യുന്നവനാണ് യഥാർത്ഥ കില്ലർ. നിന്നെ കൊണ്ട് വായത്താരി നടത്താനില്ലാതെ മറ്റൊന്നിനും കൊള്ളില്ലെന്ന് എനിക്ക് ബോധ്യമായി. വിൽഫ്രഡിൻ്റെ ചിരി മാഞ്ഞു. ഈ പറച്ചിൽ കേട്ടാൽ തോന്നുമല്ലോ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഞാൻ ജോലി തീർത്താക്കാമെന്ന് വാക്കു തന്നിരുന്നെന്ന്. പക്ഷേ ജോലി തീർക്കാൻ ഒരായുഷ്കാലം മുഴുവൻ തരാനൊന്നും ഞങ്ങൾക്കാവില്ല. അതുകൊണ്ട് തന്നെ നിനക്ക് പോകാം. നല്ല ആൺപിള്ളേരെ കൊണ്ട് ഞാൻ കാര്യം നടത്തിക്കോളാം. വിൽഫ്രഡിൻ്റെ കണ്ണുകൾ കുറുകി. വാതിൽപ്പടയിലെ പിടിവിട്ട് അയാൾ അകത്തേക്ക് കയറി ചെന്നു. നിങ്ങൾക്ക് അതാണ് ആഗ്രഹമെങ്കിൽ ഞാൻ എതിർക്കുന്നില്ല. പറഞ്ഞ പണമിങ്ങ് തന്നേരെ, ഞാനങ്ങ് പോയിക്കോളാം. അങ്കിൾ ഫ്രെഡി അമ്പരന്ന് പോയി. ജോലി ചെയ്യാതെ പ്രതിഫലമോ? അതെ, എന്താ മനസ്സിലായില്ലേ? യാതൊരു ഭാവഭേദമില്ലായിരുന്നു അത് പറയുമ്പോൾ വിൽഫ്രഡിന്. ഞാനൊരു കോൺട്രാക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അത് ചെയ്യാതെ പണം പറ്റുന്ന പതിവില്ല. ഇവിടെ പക്ഷേ തെറ്റ് നിങ്ങളുടെ ഭാഗത്താണ്. കാരണം നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ പിന്മാറുന്നത്. അപ്പോൾ പിന്നെ തീർച്ചയായും നിങ്ങൾ പണം തന്നേ പറ്റൂ. ഫ്രെഡിയുടെ കണ്ണു തള്ളി. അത് ശ്രദ്ധിക്കാതെ വിൽഫ്രഡ് വിശദീകരിച്ചു. ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ഒരു 50 പേരെയെങ്കിലും കൊന്നിട്ട് ഞാനിപ്പോൾ പ്രതിഫലം പറ്റിയേനെ. ഒറ്റയടിക്ക് എല്ലാവരെയും കൊല്ലരുതെന്നും ആർക്കും യാതൊരു സംശയത്തിനും ഇടം കൊടുക്കരുതെന്നും നിങ്ങളാരും ചിത്രത്തിൽ വരരുതെന്നും പറഞ്ഞ് ഏൽപ്പിച്ചത് അങ്കിൾ തന്നെയാണ്. അതുകൊണ്ട് കാലതാമസം നേരിട്ടു. കൊല്ലപ്പെടേണ്ടവർ മുന്നിൽ വന്നു നിന്നിട്ട് ദാ ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ എന്നെ കൊന്നോ എന്ന് പറയുമോ? അതിന് സാഹചര്യവും സമയവും ഒത്തുകിട്ടണം. അതിന് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ദേ കിടക്കുന്നു. അങ്കിൾ പുച്ഛിച്ച് ചിരിച്ചു. എടാ, നീ ബുദ്ധിമാനായിരുന്നെങ്കിൽ അതിന് പറ്റിയ സന്ദർഭം ഉണ്ടാക്കിയെടുക്കണമായിരുന്നു. അതിന് പകരം നീ എന്താ ചെയ്തത്? നിരപരാധികളെ കൊന്നൊടുക്കി പോലീസിൻ്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും ശ്രദ്ധ അവിടേക്ക് ആകർഷിച്ചില്ലേ? അതിന് നിങ്ങൾക്കെന്ത് വേണം? പോലീസൊന്നും എന്നെ തൊട്ട് കളിക്കില്ല, ഞാൻ നോക്കിക്കോളാം. പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. ഞങ്ങളെക്കുറിച്ച് അവിടെ ആരെങ്കിലും അറിയാനിടയായാൽ അതിനൊന്നും ഞാൻ ഉത്തരവാദിയല്ല. അയാൾ തോമസിനെ ഒന്ന് നോക്കിയിട്ട് തുടർന്നു. ഇത്തരം കിഴങ്ങന്മാരെ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ സ്ഥാനത്തേക്കും അസ്ഥാനത്തേക്കും പറഞ്ഞു വിട്ടാൽ നിങ്ങൾ കുടുങ്ങിയേക്കും. അതിന് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് തന്നെ ആ ക്രൈംബ്രാഞ്ച് ഹെഡ് കോൺസ്റ്റബിൾ കൊല്ലപ്പെടാൻ കാരണം ഈ കഴിവുകെട്ടവനെ അവിടേക്ക് അയച്ചതല്ലേ? ഫ്രെഡിക്ക് ഉത്തരമില്ലായിരുന്നു. തോമസിൻ്റെ തല കുനിയുകയും ചെയ്തു. ബൈ ദി ബൈ, എനിക്കിങ്ങനെ ഇവിടെ ചെലവഴിക്കാൻ സമയമില്ല. എന്താണ് നിങ്ങളുടെ തീരുമാനമെന്ന് പറയൂ. എൻ്റെ പണം തന്ന് എന്നെ ഒഴിവാക്കുന്നോ അതോ? നിന്നെ ഒഴിവാക്കിയിരിക്കുന്നു. പക്ഷേ ഒരു ചില്ലി പൈസ പോലെ കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഫ്രെഡിയുടെ മുഖം കൂടുതൽ ചുവന്നു. അങ്ങനെ മസിലി പിടിക്കല്ലെങ്കിലേ. കാൽമുട്ടകൾ കൂട്ടിയടിച്ചുകൊണ്ട് നിങ്ങൾ പണം തരുന്ന വിദ്യ എനിക്കറിയാം. ഞൊടിയിടയിൽ വിൽഫ്രഡ് ഒരു റിവോൾവർ വലിച്ചെടുത്തു. എടാ, തോമസ് മുന്നോട്ടാഞ്ഞു. അനങ്ങരുത്. എച്ചിൽപ്പട്ടികൾ കുരയ്ക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല. അയാൾ റിവോൾവർ തോമസിന് നേരെ തിരിച്ചു. ചതി ഒരിക്കലും ഞാൻ പൊറുക്കില്ല. അതോ ലോകത്തിലെ പൊതു നിയമവും അത് തന്നെയാണ്. പണം തരാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് അവസാനം കാലുമാറിയാലുണ്ടല്ലോ. അയാൾ ഫ്രെഡിക്ക് നേരെ തിരിഞ്ഞു. ലുക്കങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒരു വെടിക്ക് നിങ്ങളെ കൊല്ലില്ല ഞാൻ. പക്ഷേ അതിനേക്കാൾ വലിയൊരു ശിക്ഷ തരും. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതൊന്നും ഒരിക്കലും കൈപ്പിടിയിൽ ഒതുങ്ങില്ലെന്ന് ഓർത്തോർത്ത് ശിഷ്ടജന്മം മുഴുവൻ നിങ്ങൾ നീറി ജീവിക്കും. കാണണോ അത്തരമൊരു കളി? നിങ്ങൾ എന്നെ കൊല്ലാൻ വിട്ടതാണെന്ന് ഞാൻ ആൽബർട്ടിനോട് പറയും. അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നൊക്കെ അവൻ തന്നെ കണ്ടുപിടിച്ചോളും. അങ്കിൾ ഫ്രെഡിയുടെ മുഖത്തെ രക്തമയം വാർന്നു പോയി. എന്ത് തീരുമാനിക്കുന്നു നിങ്ങൾ? അങ്കിൾ പതറി തുടങ്ങിയിരിക്കുന്നു എന്ന് വിൽഫ്രഡിന് മനസ്സിലായി. കോടികൾ കിട്ടുമെന്ന് സ്വപ്നം കണ്ടിരുന്നയാളിന് അത് കിട്ടില്ലെന്ന് തോന്നുമ്പോഴുണ്ടാകുന്ന മാനസിക വിഭ്രാന്തിയിലായിരുന്നു അയാൾ. എനിക്ക് പോകാൻ തിടുക്കമുണ്ട്, വിൽഫ്രഡ് ഓർമ്മിപ്പിച്ചു. കാര്യങ്ങൾ പറയുന്ന രൂപത്തിൽ എത്തിയില്ലെങ്കിൽ അറിയിക്കേണ്ടതെല്ലാം എല്ലാവരെയും അറിയിച്ചിട്ട് ഇന്ന് തന്നെ ഞാൻ കേരളം വിടും. എന്തു പറയുന്നു? നീയാണ് തുറയിൽ ആ കൊലപാതകങ്ങൾ നടത്തിയതെന്ന് ഞാൻ പോലീസിനോട് പറഞ്ഞാലോ? ഇനിയും തോൽക്കാൻ മനസ്സില്ലാത്ത ഭാവത്തിലായിരുന്നു ഫ്രെഡി. അലറി ചിരിച്ചുപോയി വിൽഫ്രഡ്. അത് എപ്പോഴേ പോലീസ് തിരിച്ചറിഞ്ഞ കാര്യമാണല്ലോ. പക്ഷേ അവർക്കെന്നെ പിടിക്കാൻ കഴിയില്ല.
ഇനിയിപ്പോൾ പിടിച്ചാൽ തന്നെ എനിക്കൊരു ചുക്കുമില്ല. കാരണം തിഹാർ ജയിലിൽ നിന്ന് പോലും ഒരു പോറലും പറ്റാതെ പുറത്തു വന്നിട്ടുള്ളവനാണ് ഞാൻ. സർവാംഗം തളരുകയാണെന്ന് തോന്നി അങ്കിൾ ഫ്രെഡിക്ക്. അവസാനത്തെ പിടിവലിയും നഷ്ടമായിരിക്കുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ ഇറങ്ങട്ടെ. വിൽഫ്രഡ് പുറത്തേക്ക് നടക്കാൻ ഭാവിച്ചു. അങ്കിൾ ഫ്രെഡിയും തോമസും വിവരണമായ മുഖത്തോടെ മുഖാമുഖം നോക്കി. നിൽക്ക്. വിൽഫ്രഡ് വാതിൽ കടക്കും മുമ്പ് അങ്കിൾ പറഞ്ഞു. അയാൾ നിന്നു. പിന്നെ തോളിന് മുകളിലൂടെ തല തിരിച്ചു നോക്കി. എനിക്ക് മറ്റുള്ളവരുമായി ഒന്ന് ആലോചിക്കണം. ആയിക്കോളൂ. പക്ഷേ വിവരമറിയാൻ ഞാൻ എത്ര നേരം കാത്തിരിക്കേണ്ടി വരും? മറുപടിയൊന്നും പറയാതെ ഫ്രെഡി ഫോണിനടുത്തേക്ക് നടന്നു. ആ നേരത്ത് സിറ്റി ഹോസ്പിറ്റലിൽ ക്രൈംബ്രാഞ്ച് ഹെഡ് കോൺസ്റ്റബിൾ മദൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുകയായിരുന്നു. SP കാർലോസും SI ലത്തീഫും അവിടെ തന്നെ ഉണ്ടായിരുന്നു. മദൻ്റെ ചെങ്ങന്നൂരുള്ള മാതാപിതാക്കളെ വിവരമറിയിച്ചിട്ടുണ്ടെങ്കിലും അവരാരും എത്തിച്ചേരാൻ നേരമായിട്ടില്ല. പത്രക്കാരും TV-ക്കാരുമെല്ലാം മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മടക്കി കിട്ടുന്നതിൻ്റെ ചിത്രങ്ങളെടുക്കാൻ കാത്തു നിൽക്കുകയാണ്. ആശുപത്രി പരിസരമായിരുന്നിട്ട് കൂടി അസ്വസ്ഥത അകറ്റാനാവാതെ കാർലോസ് തുരുത്തുരെ സിഗരറ്റുകൾ പുകച്ചു തള്ളിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും തുറയിൽ നിന്ന് ഇക്ബാൽ മുതലാളിയും ആൽബർട്ടുമൊക്കെ എത്തിച്ചേർന്നു. എല്ലാവരുടെയും മുഖത്ത് സങ്കടം. തങ്ങളുടെ വീട്ടിൽപ്പെട്ട ഒരാൾ മരിച്ചുപോയ ഭാവം. ആൽബർട്ട് കാർലോസിൻ്റെ അടുത്ത് ചെന്നു. സാർ, മദൻ സാറിൻ്റെ കൊലയ്ക്ക് പിന്നിലും വിൽഫ്രഡ് എന്ന കൊലയാളി തന്നെയായിരിക്കുമോ? അക്കാര്യം ഉറപ്പിക്കാൻ വയ്യെങ്കിലും മറ്റൊന്ന് തീർച്ചപ്പെടുത്താം. എന്താണ് സാർ? വിൽഫ്രഡ് ആരാണെന്നും എവിടെയുണ്ടെന്നും മദൻ തിരിച്ചറിഞ്ഞിരുന്നു. അതുതന്നെയാണ് അയാൾക്ക് ഇങ്ങനെയൊരു വിധിയുണ്ടാകാൻ കാരണം. ആൽബർട്ട് പകച്ചു നിന്നു. മദൻ്റെ മൃതദേഹം കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ഒരു മരച്ചുവട്ടിൽ കാത്തുകിടക്കുന്നത് അവർ കണ്ടു. ചാണ്ടിക്കുഞ്ഞുമായി അങ്കിൾ ഫ്രെഡി അരമണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. ചിലപ്പോൾ ശബ്ദമുയർത്തിയും മറ്റു ചിലപ്പോൾ രഹസ്യം പറയുന്നത് പോലെ സംസാരിച്ചും ഫ്രെഡി അയാളെ കാര്യഗൗരവം ബോധ്യപ്പെടുത്തുന്നത് പുറത്തെ മുറിയിലിരുന്ന് വിൽഫ്രഡ് കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും തന്നെ തീരെ ബാധിക്കുന്ന കാര്യങ്ങളല്ലെന്ന ഭാവത്തിൽ കാലുകൾ മുകളിലേക്ക് ഉയർത്തിവെച്ച് റിവോൾവർ അലസമായി മടിയിൽ വെച്ച് കൈകൾ രണ്ടും തലയ്ക്ക് പിന്നിൽ മടക്കി ചേർത്ത് കസേരയിൽ പിന്നോട്ട് ചാരിയിരിക്കുകയായിരുന്നു അയാൾ. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഫ്രെഡി അയാൾക്ക് മുമ്പിലെത്തി. കണ്ണടച്ചു പിടിച്ച് ഏതോ ദിവ്യ ദൃഷ്ടിയിലൂടെ എല്ലാം കാണുന്നവനെ പോലെ അയാൾ തിരക്കി. എന്തായി? ഈ ജോലി പൂർത്തിയാക്കാൻ നിനക്ക് എത്ര ദിവസം വേണം? സമയബന്ധിതമായി തീർക്കണോ? വേണം. മറ്റാരും ഒന്നും അറിയുകയും ചെയ്യരുത്. എങ്കിൽ 2 ആഴ്ച. പക്ഷേ ആദ്യത്തെ കൊലപാതകം ഇന്ന് രാത്രിയിൽ നടത്തിയിരിക്കും. എന്താ? സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ. വിൽഫ്രഡ് എഴുന്നേറ്റു. ഈ രാത്രിയിലെ ഇര ആരായിരിക്കണം? കഥ തുടരും.